ഇറങ്ങുമ്പോൾ തൊട്ട് തന്നെ നമ്മൾ കാണുന്നത് ഒരുമാതിരി പുകയുടെ മണം, എങ്ങും പുകയാണ്. ഇൻഡസ്ട്രി ഏരിയയിൽ കൂടെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന രീതിയിലുള്ള പുകയാണ്. അങ്ങനെ തകർക്കപ്പെട്ടിരിക്കുന്ന കടകൾ, വീടുകൾ, ഉയരുന്ന പുക, മനുഷ്യ ശരീരം കത്തിയെരിയുന്ന മണങ്ങൾ. ഞങ്ങൾ ചില ക്യാമ്പുകളിൽ പോകുമ്പോൾ കുഞ്ഞുങ്ങളെ കാണുന്നുണ്ട്. നിങ്ങളുടെ അപ്പൻ എവിടെയാ, അമ്മ എവിടെയാ? അപ്പ എവിടെയെങ്കിലും ഉണ്ടാവും, കാട്ടിലുണ്ടാവും, ഇല്ലെങ്കിൽ ഏതെങ്കിലും റിലീഫ് ക്യാമ്പിലുണ്ടാവും. 10, 15, 20 കിലോമീറ്റർ ഒക്കെ കാട്ടിലൂടെ ഓടിയും നടന്നും ഈ റിലീഫ് ക്യാമ്പുകളിൽ എത്തപ്പെട്ട പൂർണ്ണ ഗർഭിണികൾ, അങ്ങനെയുള്ള ഓട്ടത്തിനിടയ്ക്ക് പ്രസവിച്ച് കുഞ്ഞുങ്ങൾ മരിച്ച അമ്മമാര്, കൈയും കാലും ഒടിഞ്ഞവര്, തല്ലി തകർക്കപ്പെട്ടവര്, അങ്ങനെ വേദനിക്കുന്ന വലിയൊരു സമൂഹം, വലിയൊരു ക്രൈസ്തവ സമൂഹം അവിടെയുണ്ട്. ആ കൊച്ചു വാവിട്ട് കരഞ്ഞ് ലോകത്തോട് പറയുന്നുണ്ട്, എൻ്റെ അമ്മേനെ കണ്ടുപിടിച്ചു തരാൻ നിങ്ങളൊക്കെ സഹായിക്കുമോ എന്ന്. ഞങ്ങളോടും പറഞ്ഞു, എൻ്റെ അമ്മേനെ കണ്ടുപിടിച്ചു തരാൻ നിങ്ങൾ സഹായിക്കൂ. നമുക്ക് സ്വരമില്ല അവിടെ, നമ്മൾ നിശബ്ദരായി പോവുക. പരമ ദയനീയമാണ്. ഇതിനും അപ്പുറത്തേക്ക് ഒരു മനുഷ്യാവകാശ ലംഘനങ്ങളോ ക്രൂരതകളോ ഈ ലോകത്ത് നടന്നിട്ടുണ്ടോ എന്ന് പോലും ചിന്തിക്കാൻ പറ്റുന്ന രീതിയിൽ ക്രൂരതയാണ്. ഓരോ കുക്കി വില്ലേജ് ആക്രമിക്കുമ്പോഴും ഈ ആക്രമണകാരികൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് അവരുടെ അഭിമാനമായി, അവരുടെ വികാരമായി നിലകൊള്ളുന്ന ദേവാലയങ്ങൾ കത്തിക്കാനാണ്. അവർ പാട്ടുപാടി വർഷിപ്പ് നടത്തി ദൈവത്തെ ആരാധിക്കുന്നത് കാണുമ്പോൾ ഞങ്ങൾ കരഞ്ഞു. ഈ പ്രതികൂലങ്ങളുടെ നടുവിലും വേദനകളുടെ നടുവിലും ക്രിസ്തു സാക്ഷി നൽകുന്ന വലിയൊരു സമൂഹമാണ് മണിപ്പൂരിലെ കുക്കി ഗോത്രങ്ങൾ. ലീഫ് ലെറ്റർ കൊടുത്തിട്ട് അവർ ചോദിക്കുന്നത്, നിങ്ങൾ എന്നാണ് ബൈബിൾ കത്തിക്കുന്നത്, നിങ്ങൾ എന്നാണ് ക്രിസ്ത്യാനിറ്റിയെ തള്ളി പറയുന്നത്, ഇങ്ങനെയൊക്കെ ചോദ്യങ്ങളുമായിട്ട് ഈ വീടുകളിൽ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുക. അതിനകത്ത് അവരോട് ഞങ്ങൾ ചോദിച്ചു, നിങ്ങളുടെ സ്റ്റാൻഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, എന്തു വന്നാലും, ഞങ്ങൾക്ക് ഈ ദേശം വിട്ട് ഓടിപ്പോകേണ്ടി വന്നാലും ഞങ്ങളറിഞ്ഞ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് മാറില്ല. പ്രിയമുള്ളവരെ, 2023 ജൂൺ മാസം 12-ാം തീയതി ബഹുമാനപ്പെട്ട ജോൺസൺ തേക്കടയിൽ അച്ഛനോടും ജോണി ജോസ് കല്ലൻ ബ്രദറിനോടുമൊപ്പം ഞങ്ങൾ മണിപ്പൂർ സന്ദർശിക്കാൻ തീരുമാനിച്ച് മണിപ്പൂരിലേക്ക് പോയി. കേരളത്തിൽ നമുക്കറിയാം 49 ദിവസത്തോളമായിട്ട് മണിപ്പൂരിൽ ഇപ്പോൾ കലാപം അതിഭീകരമായി നടന്നുകൊണ്ടിരിക്കുക. കേരളത്തിൽ പല രീതിയിൽ നമ്മുടെ സോഷ്യൽ മീഡിയ മാധ്യമങ്ങളുടെ പല ന്യൂസുകളും പല രീതിയിലുള്ള എക്സ്പ്ലനേഷൻസുമാണ് വന്നുകൊണ്ടിരുന്നത്. അപ്പോഴാണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കണം എന്നൊരു ചിന്ത വരികയും ഞങ്ങൾ ആലോചിക്കുകയും അങ്ങനെ ഇവിടുന്ന് പുറപ്പെടുകയും ചെയ്തത്. മണിപ്പൂർ 12-ാം തീയതി ഉച്ച സമയത്ത് ഞങ്ങൾ മണിപ്പൂരിലെത്തി. എയർപോർട്ടിൽ ഇറങ്ങുന്ന സമയം തൊട്ട് തന്നെ നമുക്ക് അവിടുത്തെ ഭീകരാവസ്ഥകൾ മനസ്സിലാക്കാൻ പറ്റും. ആർമിയും CRPF-ഉം അതുപോലെ മണിപ്പൂർ സെക്യൂരിറ്റി ഫോഴ്സും ആംഡ് ഫോഴ്സും റിസർവ് പോലീസും എല്ലാം നിരന്ന് റൂട്ടിലുണ്ട്. എയർപോർട്ട് തൊട്ടുണ്ട്. ഭയങ്കര ചെക്കിംഗ് ആണ്. നമ്മൾ എങ്ങോട്ട് പോകുന്നു, എന്തിനു പോകുന്നു, എന്താവശ്യത്തിന് വേണ്ടി വന്ന് തുടങ്ങിയ തൊട്ടുള്ള ചോദ്യങ്ങളെല്ലാം മറികടന്നുകൊണ്ടാണ് ഞങ്ങൾ താമസിക്കാൻ പോകുന്ന ഹോട്ടലിലേക്ക് ഞങ്ങൾ എത്തിപ്പെട്ടത്. ഞങ്ങൾ അന്ന് തന്നെ ഞങ്ങളുടെ മൂവ്മെൻറ്റുകൾ ആരംഭിച്ചു. അന്നും കർഫ്യൂ ആണ്. ഞങ്ങൾ മൂവ്മെൻറ്റുകൾ ആരംഭിച്ചു. ഞങ്ങൾ ഏറ്റവും അടുത്ത സ്ഥലങ്ങളിൽ, തകർക്കപ്പെട്ട് കിടക്കുന്ന സ്ഥലങ്ങളിലേക്ക് ഞങ്ങൾ യാത്ര ആരംഭിച്ചു. അപ്പോൾ ഞങ്ങളെ സഹായിക്കാനുണ്ടായിരുന്ന ഒരു നാഗ ഗോത്രത്തിൽപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു, ഒരു പാസ്റ്ററായിരുന്നു ഞങ്ങളുടെ കൂടെ സഹായിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് ഞങ്ങൾക്കൊരു ഫസ്റ്റ് ഹാൻഡ് ഇൻഫോർമേഷൻ ലഭിച്ചിരുന്നു. എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, എന്താണ് സംഭവിക്കുന്നത്. ഈ മെയ്തി സമൂഹത്തിൻ്റെയും കുക്കി ഗോത്രത്തിൻ്റെയും നടുവിൽ ഒരു ന്യൂട്രൽ സ്റ്റാൻഡ് എടുത്തിട്ടാണ് നിലവിൽ ഈ നാഗ ഗ്രൂപ്പുകാർ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആക്രമിക്കപ്പെടുന്ന കുക്കി വംശജരെ ഏറ്റവും കൂടുതൽ റിലീഫ് ക്യാമ്പുകളിലായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതും അവരെ എല്ലാ രീതിയിൽ സഹായിക്കുന്നതും നാഗ വംശജരാണ്. അങ്ങനെയാണെങ്കിലും ഈ മൈത്തേയിക്കാർക്ക് നാഗ എന്ന് പറഞ്ഞ പ്രശ്നമില്ല. നാഗാസ് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങോട്ട് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാം. ഈവൻ ഈ അവിടെ നിരോധനാജ്ഞകളൊക്കെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും ഇവർ കൂടെ ഉണ്ടെങ്കിൽ നമ്മളെ അത്യാവശ്യം നമുക്ക് കടന്നു പോകാം. ഇതാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അവസ്ഥ. എന്നാൽ ഇറങ്ങുമ്പോൾ തൊട്ട് തന്നെ നമ്മൾ കാണുന്നത് ഒരുമാതിരി പുകയുടെ മണം, എങ്ങും പുകയാണ്. ഇൻഡസ്ട്രി ഏരിയയിൽ കൂടെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന രീതിയിലുള്ള പുകയാണ്. വീടുകൾ കത്തുന്നു, സ്ഥാപനങ്ങൾ കത്തുന്നു, എങ്ങും പൊളിച്ചിട്ടിരിക്കുന്ന കടകൾ, വീടുകൾ. പലതും നമ്മൾ വിചാരിക്കും റീകൺസ്ട്രക്ഷന് വേണ്ടിയിട്ടാണെന്ന് വിചാരിച്ച് നമ്മൾ ചോദിക്കുമ്പോഴാണ് അറിയുന്നത് ഇത് കുക്കികളുടെ ആയിരുന്നു, അല്ലെങ്കിൽ ഇത് മെയ്തേകളുടെ ആയിരുന്നു എന്ന് പറയുന്നത്. അങ്ങനെ തകർക്കപ്പെട്ടിരിക്കുന്ന കടകൾ, വീടുകൾ, ഉയരുന്ന പുക, മനുഷ്യ ശരീരം കത്തിയെരിയുന്ന മണങ്ങൾ, അതുപോലെ വെടിവെച്ചുകൾ, പട്ടാള വണ്ടികൾ, ആർമിയുടെയും ഈ ആസാം റൈഫിൾസിൻ്റെയും
ഗൂർഖ റൈഫിൾസിൻ്റെയും ഒക്കെ വണ്ടികൾ പായുന്നു. അതിനിടയിൽ ആംഡ് ഫോഴ്സിൻ്റെ വണ്ടികൾ, നമ്മുടെ ഫയർഫോഴ്സിൻ്റെ വണ്ടികൾ എല്ലാം ഇടവിട്ട് ഒന്ന് പോയി കഴിഞ്ഞാൽ 1 മിനിറ്റ് തീരുന്നതിന് മുന്നേ അടുത്ത വണ്ടി വന്ന് ഇങ്ങനെ യാത്ര. റോഡുകളിൽ വണ്ടികൾ മാത്രമേ ഉള്ളൂ. 49 ദിവസമായി ഇന്ന് നമ്മളിപ്പോൾ ഈ സംസാരിക്കുമ്പോൾ ഇതുവരെ 49 ദിവസമായിട്ട് അവിടെ ഇൻ്റർനെറ്റ് ഇല്ല, 49 ദിവസമായിട്ട് പൊതുഗതാഗതമില്ല, 49 ദിവസമായിട്ട് SBI ഒഴികെ മറ്റ് ബാങ്കുകളില്ല, 49 ദിവസമായിട്ട് സ്കൂളുകളില്ല, കോളേജുകളില്ല. യാതൊരു രീതിയിലും പുറത്തിറങ്ങാൻ പറ്റാതെ ജനം പൂട്ടപ്പെട്ട് കിടക്കുക. ആ അവസ്ഥയിലേക്കാണ് ഞങ്ങൾ ചെന്ന് ചാടുന്നത്. റോട്ടിലേക്കൊന്ന് മൂവ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ നമ്മുടെ ജപ്പാൻ കുടിവെള്ള പദ്ധതിക്ക് കൊണ്ടുവന്നിട്ടിരിക്കുന്ന പൈപ്പുകൾ അവിടെയുമുണ്ട്. ആ വലിയ പൈപ്പുകൾ ഉരുട്ടി റോട്ടിൽ കൊണ്ടുവന്നിട്ട് തടഞ്ഞിട്ടിരിക്കുന്നു. അതുപോലെ തന്നെ മലേഷ്യൻ വുഡ് മിസോറാമിൽ നിന്നും അങ്ങനെയുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന വലിയ 2-3 പേര് പിടിച്ചാൽ വണ്ണമുള്ള വലിയ തടികൾ കൊണ്ടുവന്ന് ട്രക്കിനൊക്കെ കൊണ്ടുവന്ന് റോട്ടിലിട്ടിരിക്കുന്നു. റോഡിൻ്റെ നടുവിൽ വണ്ടികൾ ഇട്ട് കത്തിച്ചിട്ടിരിക്കുന്നു. റോഡിൻ്റെ നടുവിൽ നിർമ്മിച്ചു വെച്ചിരിക്കുന്ന ഡിവൈഡറുകളിലെ കല്ലുകൾ കൊത്തിപ്പറിച്ചു കൊണ്ടുവന്ന് മതിൽ കെട്ടി വെച്ചേക്കുന്നു. വലിയ JCB കൊണ്ടുവന്ന് കുഴികൾ കുത്തി ട്രെഞ്ച് പോലെ ഈ റോഡുകൾ ബ്ലോക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു. അങ്ങനെ എല്ലാ രീതിയിലും പൊതുഗതാഗതവും തടസ്സപ്പെട്ട് കിടക്കുക. ഇതിൻ്റെ ഇടയിലൂടെയാണ് ഞങ്ങളുടെ യാത്ര ആരംഭിക്കുന്നത്. ഞങ്ങളുടെ യാത്രയിലുടനീളം ഇതുപോലെ എല്ലാ സ്ഥലത്തും ഏത് ചെറിയ വഴിയിലൂടെയും ഏത് വലിയ വഴിയിലൂടെ പോയാലും ഇംഫാൽ സിറ്റിയുടെ നടുവിൽ പോലും നമുക്ക് ഇത് തന്നെയാണ് കാണാൻ പറ്റുന്നത്. നമ്മൾ രാവിലെ 1 മണിക്കൂർ മുമ്പ് അങ്ങോട്ട് പോകുമ്പോൾ ഒരു തടസ്സമില്ല, പക്ഷേ ഇങ്ങോട്ട് വരുമ്പോൾ റോഡ് ബ്ലോക്ക് ചെയ്യപ്പെടുന്നു, തീ കത്തിക്കൊണ്ടിരിക്കുന്നു, ടയറുകൾ കത്തുന്നു. അങ്ങനത്തെ ഒരവസ്ഥ. കയ്യിൽ വടിയുമായിട്ട് നിൽക്കുന്ന സ്ത്രീ സമൂഹങ്ങൾ, കയ്യിൽ വയർലെസ് സെറ്റുമായിട്ട് നിൽക്കുന്ന അവിടുത്തെ യുവജനങ്ങൾ, ഈ വയർലെസ് സെറ്റും ഈ വടികളും ഒക്കെ ആയിട്ട് റോട്ടിൽ വന്ന് നിൽക്കുമ്പോഴും നിസ്സഹായരായിട്ട് നിൽക്കുന്ന പട്ടാളക്കാർ, ഈ കാഴ്ചകൾ നമ്മളെ വേദനിപ്പിക്കും. ഇതിനിടയിലൂടെ ഞങ്ങൾ ഗ്രാമങ്ങളിലേക്ക് കടന്നു പോകാൻ ആദ്യം ഞങ്ങൾ കുക്കി വംശജരുടേതായിട്ടുള്ള മേഖലകളിലൂടെയൊക്കെയാണ് ഞങ്ങൾ യാത്ര ചെയ്തത്. അത് ദയനീയമായ അവസ്ഥയാണ്. നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കാഴ്ചകൾ നമുക്ക് കാണുന്നു. എങ്ങും കത്തിച്ചാമ്പലായി കിടക്കുന്നു. വേനൽക്കാലത്ത് നമ്മുടെ മലനിരകൾ കത്തി കിടക്കുന്നത് പോലെയാണ് വില്ലേജുകൾ കത്തിക്കിടക്കുന്നത്. വില്ലേജ് എന്ന് പറഞ്ഞാൽ കൃഷിസ്ഥലങ്ങളല്ല. 200, 50, 30, 40, 100, 150, 300 ഒക്കെ കൊച്ചു വീടുകൾ അവർ ഒന്നിച്ചാണ് താമസിക്കുന്നത്. അങ്ങനെയുള്ള ആ താമസിക്കുന്ന വീടുകൾ ആണ് കത്തിച്ചിട്ടിരിക്കുന്നത്. ഒരു സൈഡിൽ നിന്ന് പെട്രോൾ ബോംബ് എറിഞ്ഞ് കത്തിക്കുക. അപ്പോൾ എല്ലാ ഗ്രാമങ്ങളിലും അവരുടെ ഏറ്റവും അഭിമാനകരമായിട്ട് അവരുടെ വികാരമായിട്ടുള്ളത് ദേവാലയങ്ങളാണ്. അപ്പോൾ ഓരോ ഗ്രൂപ്പിനിടയ്ക്കും, കുക്കികൾക്കിടയ്ക്കും ഒരു വില്ലേജ് ആണെങ്കിൽ അവിടെ ചില ബാപ്റ്റിസ്റ്റുകാരുടെ ആയിരിക്കും, അടുത്ത വില്ലേജ് കുക്കി ഗോത്രത്തിന് തന്നെ ഇവാഞ്ചലിക്കക്കാരുടെ ആയിരിക്കും, മറ്റൊരു വില്ലേജിലേക്ക് ചെല്ലുമ്പോൾ അത് ആംഗ്ലിക്കൻകാരുടെ ആയിരിക്കും, അല്ലെങ്കിൽ അടുത്തൊരു പെന്തക്കോസ്തക്കാരുടെ ആയിരിക്കും, അല്ലെങ്കിൽ കാത്തലിക് ചർച്ചിൻ്റെ ആയിരിക്കും. ഇങ്ങനെ ഓരോന്നും കത്തിച്ച് നശിക്കപ്പെട്ടിരിക്കുന്നു. ഒരു ആളില്ല, ഒരു ജീവിയെ പോലും നമുക്ക് കാണാനില്ല. എല്ലാം കൊന്ന് തള്ളി നശിപ്പിക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥ. ഈ രീതിയിലുള്ള വഴികളിലൂടെ ഓരോ സെക്കൻഡും അല്ലെങ്കിൽ ഓരോ മിനിറ്റും ചെക്കിങ് കഴിഞ്ഞ് പട്ടാളത്തിൻ്റെ, ആർമിയുടെ, ആസാം റൈഫിൾസിൻ്റെ, ഗൂർഖ റെജിമെൻറ്റിൻ്റെയൊക്കെ ചെക്കിങ് കഴിഞ്ഞ് വേണം നമ്മൾ ഓരോ സ്ഥലത്തേക്ക് ചെല്ലാൻ വേണ്ടി. പ്രിയമുള്ളവരെ, ഞാൻ ഇത് പറഞ്ഞ് ഇതൊരു അവസ്ഥയാണ്, ഇത് അവിടുത്തെ അവസ്ഥയാണ്. നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഇറാഖിലും സിറിയയിലുമൊക്കെ നമ്മൾ ധാരാളം വീഡിയോയിലും ചിത്രങ്ങളൊക്കെ കണ്ടിരിക്കുന്ന ദയനീയമായ ഒരു അവസ്ഥയാണ്. ഒരു യുദ്ധസമാനമായ സാഹചര്യം നമുക്കവിടെ കാണാൻ വേണ്ടി പറ്റുന്നത്. മണിപ്പൂരിലെ ആക്രമണത്തിന് ഇരകളായ അല്ലെങ്കിൽ കലാപത്തിൻ്റെ ഇരകളായ മുഴുവൻ കുക്കി വംശജരും ഇപ്പോൾ അവരുടെ ഡോമിനേറ്റഡ് ഏരിയകളിൽ മാത്രമാണ് താവളമടിച്ച് ക്യാമ്പ് ചെയ്യുന്നത്. മറ്റ് ഒറ്റപ്പെട്ട പല മേഖലകളിൽ ഉണ്ടായിരുന്ന പല ഗ്രാമങ്ങളും അവിടെ നിന്ന് ഒഴിഞ്ഞ് ഒന്നിച്ച് താമസിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ചർച്ചാമ്പൂർ എന്ന് പറയപ്പെടുന്ന ആ ഒരു മേഖലയിൽ മാത്രം, ഒരു ഡിസ്ട്രിക്റ്റാണ്, അതിൻ്റെ തലസ്ഥാനത്ത് മാത്രം ഏകദേശം 91ഓളം റിലീഫ് ക്യാമ്പുകളിലായിട്ട് 37,000-40,000 ആളുകൾ അവിടെ മാത്രമുണ്ട്, കുക്കികൾ. അത് അവിടുത്തെ വീടുകളിലും നാഗാസിൻ്റെ വീടുകളിലും നാഗ ചർച്ചുകളിലും കുക്കി ചർച്ചുകളിലും അവരുടെ സ്ഥാപനങ്ങളിലുമൊക്കെ ഇവർ അഭയം തേടിയിരിക്കുക. ഏറ്റവും ഭീകരമായ കാഴ്ച അവിടെയാണ്. കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ നമുക്ക് കാണാം നിഷ്കളങ്കരായ കുഞ്ഞുങ്ങൾ. അവർ സഞ്ചിക്കകത്ത് തൂക്കിയിടുന്ന പോലെ പുറകിൽ മുണ്ടിനകത്ത് തൂക്കിയിട്ടാണ് നടക്കുന്നത്. കൊച്ചു കുഞ്ഞുങ്ങൾ പോലും ദൈന്യത നിറഞ്ഞ മുഖത്തോടെ ദിവസങ്ങൾ കാട്ടിലൂടെയൊക്കെ യാത്ര ചെയ്ത് ഈ മഞ്ഞും വെയിലും തണുപ്പും മഴയും അടിച്ച് അവിടെ റിലീഫ് ക്യാമ്പുകളിൽ താമസിക്കേണ്ടി വരുന്ന അവസ്ഥ. ദൈവാനുഗ്രഹത്താൽ സാംക്രമിക രോഗങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അതിനൊക്കെ എല്ലാ സാധ്യതകളും അവിടെയുണ്ട്. 90% റിലീഫ് ക്യാമ്പുകളെല്ലാം വൃത്തിയാണ്. അതിനകത്ത്
ഈ വിശ്വാസികൾ ആ കാര്യത്തിൽ ഭയങ്കര ശ്രദ്ധയാണ്. അവർ ക്ലീനിങ്ങിൻ്റെ ഒക്കെ കാര്യത്തിൽ 1 2 ക്യാമ്പുകൾ ഒഴികെ വൃത്തിയുടെ കാര്യത്തിൽ വളരെ മെച്ചമാണ്. ഞങ്ങൾ പോയി ഒരു റിലീഫ് ക്യാമ്പിൽ ചെന്നപ്പോൾ ഞങ്ങൾക്ക് ഹൃദയഭേദകമായ ഒരു അവസ്ഥയുണ്ടായി. ഒരു പെൺകുട്ടി, അവളുടെ നല്ല എഡ്യൂക്കേറ്റഡ് ആണ്. അവളുടെ ഗ്രാമത്തിലെ പിള്ളേരെ വിദ്യാഭ്യാസം കൊടുത്തുകൊണ്ടിരുന്ന അവളാണ്. എന്ന് പറഞ്ഞാൽ 1ാം ക്ലാസ് മുതൽ ഒരു 5 വയസ്സ് തൊട്ട് 15 വയസ്സിലുള്ള കാലഘട്ടത്തിനിടയ്ക്ക് പഠിക്കുന്ന കുട്ടികളെ അവൾ തന്നെ അവളുടെ ഗ്രാമത്തിൽ വിദ്യാഭ്യാസം കൊടുക്കുന്നത്. അവളുടെ കൂടെ 80 കുട്ടികളുണ്ടായിരുന്നു. അങ്ങനെ 80 കുട്ടികളുള്ള സമയത്താണ് ആക്രമിക്കപ്പെടുന്നത്. അവൾ ആ കുട്ടികളെയും കൊണ്ടാണ് കാട്ടിലൂടെ ഓടുന്നത്. അങ്ങനെ ഓടിയതിൻ്റെ ഫലമായിട്ട് അവൾക്ക് അമ്മയും അപ്പൻ അവളുടെ കൂടെ ഉണ്ട്. അമ്മ മിസ്സായി. അമ്മ എവിടെയാണെന്നുള്ളത് ഇതുവരെ അവർക്ക് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. എവിടെയാണെന്നുള്ളത്, ഏത് റിലീഫ് ക്യാമ്പിലാണ്, ഏത് മേഖലയിലാണ് എന്ന് ഇതുവരെ അവർക്ക് കണ്ടെത്താൻ വേണ്ടി പറ്റിയില്ല. അപ്പൻ അവളുടെ കൂടെ ഉണ്ട്. അവളുടെ അപ്പൻ ആ ഗ്രാമത്തിൻ്റെ തലവനായിരുന്നു. ആ ഗ്രാമത്തിൽ 200ഓളം വീടുകളുണ്ടായിരുന്നു. ഒരു പക്ഷി മൃഗാദികളും ഇല്ലാതെ മുഴുവനെയും നശിപ്പിച്ചു. അപ്പോൾ ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഇവൾ കാട്ടിൽ അഭയം തേടി. അപ്പോൾ ഗ്രാമവാസികൾ ഈ കുഞ്ഞുങ്ങളുടെ എല്ലാം നിലവിളി കേട്ട് ഈ ഗ്രാമത്തിൽ നിന്ന് തന്നെ രക്ഷപ്പെട്ട പലരും കൂട്ടി അവരെയും കൊണ്ട് കിലോമീറ്ററുകൾ നടന്ന്, കിലോമീറ്ററുകൾ കുത്തനെ കയറ്റം കയറി അവർ ഒരു റിലീഫ് ക്യാമ്പിൽ, ഒരു പള്ളിയുടെ ഓഡിറ്റോറിയത്തിൽ, പാരിഷ് ഹാളിൽ അഭയം തേടി. അവിടെ അവൾ ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് ആ നാട്ടിലുള്ള, ആ ദേശത്തുള്ള, ഗ്രാമത്തിലുള്ള കുക്കി വംശജരായ, നാഗ വംശജരായ ആളുകൾ കൊടുത്ത ഭക്ഷണവും മറ്റുമായിട്ട് അവർ അവിടെ ജീവിച്ചു. അവിടുന്ന് ആംഗ്ലിക്കൻ ചർച്ചിൻ്റെ പാരിഷ് പ്രീസ്റ്റായിരിക്കുന്ന വൈദികൻ, അദ്ദേഹം കൊടുത്ത റിപ്പോർട്ട് അനുസരിച്ച് പോലീസും പട്ടാളവും ഒക്കെ വന്നു. അങ്ങനെ അവർ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ കൊച്ചുങ്ങളെ മുഴുവൻ അവർ കുട്ടികളുടേതായിട്ട് മാത്രമുള്ള റിലീഫ് ക്യാമ്പിലേക്ക് സർക്കാരിൻ്റേതാണെന്ന് പറഞ്ഞ് കൊണ്ടുപോയി. ആ കൊച്ച് ഞങ്ങളുടെ മുമ്പിൽ പൊട്ടിക്കരയുന്നത്, എൻ്റെ മക്കൾ എവിടെയാണെന്നോ, എൻ്റെ മക്കൾക്ക് എന്ത് സംഭവിച്ചെന്നോ അറിയത്തില്ല, എനിക്കെന്ത് പറ്റിയാലും കുഴപ്പമില്ലായിരുന്നു, എൻ്റെ കുഞ്ഞുങ്ങളെ കൊണ്ട് അവർ പോയി, അവർക്ക് എന്ത് സംഭവിച്ചെന്ന് അറിയത്തില്ല. അതോടൊപ്പം ആ കുഞ്ഞ് പറയുന്നു, ആ പെൺകൊച്ച് പറയുകയാണ്, 10-40 ദിവസമായിട്ട് എൻ്റെ അമ്മ എവിടെയാണെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ അമ്മ, അവൾക്ക് ചേട്ടനുണ്ട്, ഒരു ചേച്ചിയുണ്ട്, അവർക്ക് ഈ കൊച്ചിൻ്റെ അമ്മ എവിടെയാണെന്ന് അറിയത്തില്ല, ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് പോലും അറിയത്തില്ല. അപ്പനും 3 മക്കളും ഒരു സൈഡിലുണ്ട്. ആ കൊച്ചു വാവിട്ട് കരഞ്ഞ് ലോകത്തോട് പറയുന്നുണ്ട്, എൻ്റെ അമ്മേനെ കണ്ടുപിടിച്ച് തരാൻ നിങ്ങളൊക്കെ സഹായിക്കുമോ എന്ന്. ഞങ്ങളോടും പറഞ്ഞു, എൻ്റെ അമ്മേനെ കണ്ടുപിടിച്ച് തരാൻ നിങ്ങൾ സഹായിക്കുമോ? നമുക്ക് സ്വരമില്ല അവിടെ, നമ്മൾ നിശബ്ദരായി പോവുക. കരഞ്ഞ് നിലവിളിച്ച ആ സ്ഥലത്തുനിന്നൊക്കെ ഞങ്ങൾ ഇറങ്ങിപ്പോരുന്നത്. കൊച്ചു കുഞ്ഞുങ്ങൾ, സ്ത്രീകളൊക്കെ വാവിട്ട് കരയുക. ഭർത്താക്കന്മാർ എവിടെയാണെന്ന് അറിയത്തില്ല. 8 പൊട്ടും തിരിയാത്ത പിള്ളേർ, 6, 7, 8 വയസ്സുള്ള കുഞ്ഞുങ്ങൾ, എല്ലാ വീട്ടിലും 5, 6 മക്കളുണ്ട്. എവിടെയാണെന്നറിയില്ല. പെറ്റ അമ്മയ്ക്ക് മക്കളെ അറിയാത്ത അവസ്ഥ, മക്കളെ കാണാനില്ലാത്ത അവസ്ഥ, ഭർത്താക്കന്മാരെവിടെയാണെന്ന് അറിയത്തില്ലാത്ത അവസ്ഥ, ഭർത്താക്കന്മാർക്ക് ഭാര്യമാരെവിടെയാണെന്ന് അറിയത്തില്ലാത്ത അവസ്ഥ. പരമ ദയനീയമാണ്. ഇതിനും അപ്പുറത്തേക്ക് ഒരു മനുഷ്യാവകാശ ലംഘനങ്ങളോ ക്രൂരതകളോ ഈ ലോകത്ത് നടന്നിട്ടുണ്ടോ എന്ന് പോലും ചിന്തിക്കാൻ പറ്റുന്ന രീതിയിൽ ക്രൂരതയാണ്. മറ്റൊരു സ്ഥലത്ത്, ഈ ചർച്ചാമ്പൂർ മെഡിക്കൽ കോളേജിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ബുള്ളറ്റ് ശരീരത്തിൽ തറച്ച് കിടക്കുന്ന ആ മനുഷ്യൻ്റെ കൂടെ നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ മകൻ ഞങ്ങളോട് പറഞ്ഞു, 6 മക്കളുണ്ട് വീട്ടിൽ, 6 മക്കളിൽ ബാക്കിയുള്ളവർ എവിടെയാണ് ഞങ്ങൾക്ക് അറിയത്തില്ല. എൻ്റെ അച്ഛന് വെടിയേറ്റു. ആ വെടിയേറ്റ് കഴിഞ്ഞപ്പോൾ, വെടിയേറ്റ് കിടക്കുന്ന അദ്ദേഹത്തെ കൊണ്ടുപോകാൻ ആരുമില്ല. അവിടുത്തെ ബഹളം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങളെടുത്ത് കാട്ടിക്കൂടെ ചുമന്നാണ് ഞങ്ങൾ അപ്പനെ ഇവിടെ എത്തിച്ചത്. യേശു സഹായിച്ച് അപ്പന് ജീവനുണ്ട്, ദൈവം സഹായിച്ച് ഞങ്ങളുടെ അപ്പന് ജീവനുണ്ട്. അപ്പൻ്റെ ഒരു ബുള്ളറ്റ് എടുത്ത് മാറ്റാൻ പറ്റി, ബാക്കി ബുള്ളറ്റ് എടുത്ത് മാറ്റിയില്ല. തിരക്ക് കഴിയുമ്പോൾ വരാമെന്ന് പറയുന്നത് ദിവസങ്ങളായി അവിടെ കിടക്കുന്നു. അങ്ങനെയുള്ള നൂറുകണക്കിന് ആളുകൾ മറ്റൊരു സ്ഥലത്ത് വിദ്യാഭ്യാസം പോയി, ഡിഗ്രി വിദ്യാഭ്യാസമൊക്കെ പോയി പഠിക്കാൻ വേണ്ടി ആഗ്രഹിച്ച് ഇംഫാലിലും മറ്റുമൊക്കെ പോയി ഇവിടെ നിന്ന് കിട്ടുന്ന ഈ തുച്ഛമായ വരുമാനം കൊണ്ട് മക്കളെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന കാരണവന്മാർ, അവരുടെ സഹായത്തെ പഠിച്ചുകൊണ്ടിരുന്ന കുഞ്ഞുങ്ങൾ, വിദ്യാഭ്യാസമൊന്നുമില്ല, കോളേജില്ല, പണിയെടുക്കാൻ പറ്റുന്നില്ല. അവർ കഷ്ടപ്പെട്ട് കാട്ടിലും മറ്റും ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ പറ്റാത്ത അവസ്ഥകൾ, വളരെ ദയനീയമായ അവസ്ഥയാണ്. കുക്കികളുടെ അവസ്ഥ എന്ന് പറയപ്പെടുന്നത് പരമദയനീയമാണ്. ഇപ്പോൾ അവർ ചെയ്യുന്നത് ചെറുത്തുനിൽപ്പ് മാത്രമാണ്. അവരാക്രമിക്കുന്നില്ല, ഇപ്പോൾ അവർ ചെറുത്തുനിൽപ്പാണ്. അവരുടെ പല ഗ്രാമങ്ങളും സുഗുണ എന്ന് പറയപ്പെടുന്ന കുക്കികളുടെ കോട്ട ഇല്ലാതെയായി. അവിടെയെല്ലാം ഒന്നുമില്ലാതെ വൈറ്റ് വാഷ് ചെയ്യപ്പെട്ടു. അവിടെ ഉണ്ടായിരുന്ന ചില സിസ്റ്റർമാരെ, സുഗുണയിൽ നിന്നും ഓടിപ്പോകേണ്ടി വന്ന ചില സിസ്റ്റർമാരെ ഞങ്ങൾ കേരളത്തിൽ നിന്നുള്ള
സിസ്റ്റർമാരെ, ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് കോൺഗ്രിഗേഷൻ FCC സമൂഹത്തിലെ സിസ്റ്റർമാരെ ഞങ്ങൾ കണ്ടു. അവരുടെ മഠം ആക്രമിച്ചു. വെളുപ്പാങ്കാലത്താണ് ആക്രമിച്ചത്. ഗ്രാമത്തിലെ ആളുകൾ വന്ന് ഈ മഠത്തിന് കാവൽ നിന്നിരുന്ന കുക്കികൾ വന്ന് പറഞ്ഞു, നമ്മുടെ കൺട്രോളിൽ നിന്ന് പോകുന്നു, അവരരച്ച് കയറുകയാണ്, നമുക്ക് രക്ഷപ്പെടാമെന്ന് പറയുന്നു. അങ്ങനെ സിസ്റ്റർമാരെയും കൊണ്ട് അവരോടി, അവർ കാട്ടിൽ കയറി അഭയം തേടി. ആ അഭയം തേടി ഈ സിസ്റ്റർമാർക്ക് അവർ കാട്ടിലും കാവലും നിന്നു. പക്ഷേ അവരെന്നിട്ട് വന്ന ഗ്രാമം മുഴുവൻ കത്തിച്ച് ചാമ്പലാക്കി. ഈ മിലിറ്റൻറ്റ് ഗ്രൂപ്പ്സ്, അറാംബായ് എന്ന് പറയപ്പെടുന്ന ഗ്രൂപ്പുകളും ഈ അണ്ടർഗ്രൗണ്ട് മണിപ്പൂർ മിലിറ്ററി ഗ്രൂപ്പും മണിപ്പൂർ ആംഡ് ഫോഴ്സ് എന്ന് പറയപ്പെടുന്ന ടീമുകളും എല്ലാം ഇതിനകത്ത് കയറി താമസിക്കുകയാണ്. സിസ്റ്റർമാർ 2 ദിവസം കഴിഞ്ഞ് അവരുടെ കൂടെയുള്ള ഒരു സിസ്റ്ററുടെ മൈത്തേയി സമൂഹത്തിലെ അംഗമായ ഒരു സിസ്റ്ററുടെ ബ്രദറിൻ്റെ സഹായത്താൽ, കസിൻ്റെ സഹായത്താൽ ഈ മഠത്തിൽ നിന്നും അവരുടെ അത്യാവശ്യം ഡ്രസ്സും മറ്റും എടുക്കാൻ വേണ്ടി അവരൊരു ശ്രമം നടത്തി. അവരവിടെ ചെല്ലുമ്പോൾ ഈ മഠം മുഴുവൻ കീഴടക്കി. മഠത്തിലെ എല്ലാ സാധനങ്ങളും അവർ ലൂട്ട് ചെയ്ത് കൊണ്ടുപോയി, കൊള്ളയടിച്ച് കൊണ്ടുപോയി. ഒരു സാധനവും മിച്ചമില്ല, ചാപ്പലിലും ഇല്ല, ഒന്നുമില്ല, എല്ലാം അവർ കൊണ്ടുപോയി. ആ മഠം മുഴുവൻ കാലിയാണ്. അത്യാവശ്യം ഉപേക്ഷിക്കപ്പെട്ട ചില ഡ്രസ്സുകൾ മാത്രം എടുത്ത് ആ സിസ്റ്റർമാർക്ക് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടേണ്ടി വന്നു. അവർ പിന്നീട് ഗ്രാമത്തിലെ ആളുകൾ തന്നെ, ഈ കുക്കി വംശജരായ ആളുകൾ തന്നെ അവരെ കാടുകളിൽ കൂടെയൊക്കെ യാത്ര ചെയ്യിപ്പിച്ച് നമ്മുടേതായ കാത്തലിക് സെൻറ്റേഴ്സുകളിലൊക്കെ എത്തിച്ച് അവരിന്ന് സുരക്ഷിതമായിട്ടിരിക്കുന്നു. ഇംഫാൽ സിറ്റിയുടെ നടുവിലുള്ള FCC പ്രൊവിൻഷ്യൽ ഹൗസിന് തീയിടുന്നതിന് വേണ്ടിയുള്ള ശ്രമവും അവർ നടത്തി. അതിനു വേണ്ടിയിട്ട് അവർ ഇതിനോട് ചേർന്നുള്ള 2 കുക്കി ഗോത്രങ്ങളുടെ 2 വില്ലേജുകൾ, ഒരു L ഷേപ്പിലുള്ള ഹൗസിംഗ് കോളനി മുഴുവൻ അവർ തീയിട്ടു. അവിടെ നിന്ന് തീ ആളുമ്പോൾ ഈ കോൺവെൻറ്റിലും കയറും, ഇവിടെ കുക്കികളായിട്ടുള്ള സിസ്റ്റർമാരുണ്ട് എന്ന് അവർ ചിന്തിച്ചു. പക്ഷേ അതിനു മുമ്പ് സിസ്റ്റർമാർ അവരെ മാറ്റിയിരുന്നു, അവരെ ആക്രമിക്കാൻ വേണ്ടി ചെയ്തതാണ്. അങ്ങനെ രക്ഷപ്പെട്ടു. വളരെ ദയനീയമായ ഒരവസ്ഥയാണ്. കുക്കികൾ വളരെ ദയനീയമായ അവസ്ഥ. സംസാരിക്കുമ്പോൾ ഇത്രയും പാവങ്ങൾ, ഇതുപോലെ വേദനിക്കുന്നവർ, ഇതുപോലെ കണ്ണീരൊഴുക്കുന്നവർ. പക്ഷെ ഒരു കാര്യം, അവരുടെ വിശ്വാസത്തിൻ്റെ 10,000-1 അടുത്തൂടെ പോലും പോകാൻ ഈ വിശ്വാസ പാരമ്പര്യം പേറുന്ന ഈ കേരളത്തിലെ നമുക്ക് പോലും പറ്റില്ല. കാരണം അതുപോലെ വിശ്വാസമാണ്. ഓരോ ക്യാമ്പിൽ നിന്ന് ഇറങ്ങുമ്പോഴും അവർ നമ്മോട് ആവശ്യപ്പെടുന്നു, നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചിട്ട് പോ എന്ന് പറഞ്ഞ് പ്രാർത്ഥന തുടങ്ങുമ്പോൾ തന്നെ അവർ ദൈവത്തെ സ്തുതിക്കുന്നത് കാണുമ്പോൾ, അവർ പാട്ടുപാടി വർഷിപ്പ് നടത്തി ദൈവത്തെ ആരാധിക്കുന്നത് കാണുമ്പോൾ ഞങ്ങൾ കരഞ്ഞു. ഈ പ്രതികൂലങ്ങളുടെ നടുവിലും വേദനകളുടെ നടുവിലും ഈ സാക്ഷ്യം നൽകുന്ന, ക്രിസ്തു സാക്ഷ്യം നൽകുന്ന വലിയൊരു സമൂഹമാണ് മണിപ്പൂരിലെ ഈ പറയുന്ന ഗോത്രവർഗ സമൂഹമായ കുക്കി ഗോത്രങ്ങൾ. അവരവരുടെ മണ്ണ് വിട്ടുകൊടുക്കില്ല, അവരവരുടെ സംസ്കാരം വിട്ടുകൊടുക്കില്ല എന്ന വാശിയിൽ തന്നെയാണ് അവരെല്ലാം പറയുന്നു. ബഹുമാനപ്പെട്ട മണിപ്പൂർ മുഖ്യമന്ത്രി രാജിവെക്കണം, അല്ലെങ്കിൽ അദ്ദേഹത്തെ മാറ്റാൻ BJP നേതൃത്വങ്ങൾ തയ്യാറാകണം. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ, അദ്ദേഹത്തിൻ്റെ ആസൂത്രണത്തോടെ നടക്കുന്ന ഈ കലാപം അല്ലാതെ കെട്ടടങ്ങില്ല എന്നാണ് കുക്കികളും പറയുന്നത്. മണിപ്പൂരിലെ കലാപബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ചപ്പോൾ നമുക്ക് ഏറ്റവും വേദന തോന്നിയ ഒരു സമൂഹം മൈത്തേയി ഹൈന്ദവ സമൂഹത്തിൻ്റെ കൂടെ ആയിരുന്ന മലയോര മേഖലകളിലെ കുക്കി, നാഗ വിശ്വാസികളുടെയും ക്രൈസ്തവ കത്തോലിക്ക സഭാ സമൂഹങ്ങളുടെയും എല്ലാം അധ്വാന ഫലമായിട്ട്, സുവിശേഷവൽക്കരണ ഫലമായിട്ട് ക്രിസ്തുവിനെ അറിഞ്ഞ ഒരു സമൂഹമുണ്ട്. അത് ടോട്ടൽ മൈത്തേയി ജനസംഖ്യയുടെ ഒരു 10-15% അടുത്ത് അത് ഉണ്ട്. അത്രയും ക്രൈസ്തവരുണ്ട്. അപ്പോൾ ആ ക്രൈസ്തവ സമൂഹമാണ് ഈ കലാപത്തിൽ ഏറ്റവും കൂടുതൽ വേദന അനുഭവിക്കുന്നത്. ഏറ്റവും കൂടുതൽ നാശനഷ്ടം ഉണ്ടായിരിക്കുന്നത് ചർച്ചുകൾ നഷ്ടപ്പെട്ടിരിക്കുന്ന അവർക്കാണ്. 251 പള്ളികൾ. അത് നമുക്ക് വേദനാജനകമാണ്. അവരുടെ വീടുകൾ പൊളിച്ചിട്ടിരിക്കുക, കുത്തി പൊളിച്ചിട്ടിരിക്കുക. കത്തിച്ചത് മാത്രമല്ല, പൊളിച്ചിട്ടിരിക്കുക. പിക്കാസൊക്കെ ഉപയോഗിച്ച് പൊളിച്ചിട്ടിരിക്കുന്നു. ഒന്നും ഒന്നും എടുക്കാനില്ല. പക്ഷേ അവരായിരിക്കുന്ന ഇംഫാൽ താഴ്വരയിൽ ഇവർ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് മെയ്തേയി ഹിന്ദു സമൂഹം ഓടിച്ചിട്ടില്ല. അതോടൊപ്പം അവർ ശാരീരികമായിട്ട് ഒത്തിരി പേരെ ആക്രമിച്ചിട്ടില്ല, മിനിമം ആളുകളെ ആക്രമിച്ചിട്ടുള്ളൂ. ഞങ്ങൾ മെയ്തേയി റിലീഫ് ക്യാമ്പുകളിൽ ഞങ്ങൾ പോകാൻ ഞങ്ങൾക്കിടയായി. ഞങ്ങൾക്ക് ഭാഗ്യം ലഭിച്ചു. ഒരു ദിവസം ഞങ്ങൾ മെയ്തേയി ഒരു ഹാഫ് ഡേ മെയ്തേയി റിലീഫ് ക്യാമ്പുകളിലായിരുന്നു. ഞങ്ങൾ അവിടെയും പോയി നമുക്ക് കുറേ സാധനങ്ങൾ, അരിയും അവർക്ക് ഉരുളക്കിഴങ്ങ്, സബോള, അങ്ങനെ ചാക്ക് കണക്കിന് നമുക്ക് മേടിച്ചു കൊടുക്കാൻ വേണ്ടിയൊക്കെ സാധിച്ചു. അവരത് 2 കൈ നീട്ടി സ്വീകരിച്ചു. അവർ വലിയ വിഭാഗമാണെങ്കിലും
അവർ സ്വീകരിച്ചു. ഇവിടെ ഈ അതിനകത്തുള്ള ക്രൈസ്തവ സമൂഹത്തിൽ നിന്നുള്ള നേതാക്കന്മാരെ, മൈത്തേയിക്കാരെ നമ്മൾ പലരെയും കണ്ടു കഴിഞ്ഞപ്പോൾ അവരുടെ ഏറ്റവും വലിയ വിഷമം എന്നാന്ന് ചോദിച്ചാൽ, ഈ മൈത്തേയി ഹൈന്ദവരുടെയും കുക്കികളുടെയും ഇടയിൽ കടന്ന് അവർ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യാം. വിശ്വാസം ഉപേക്ഷിക്കാൻ പറ്റുകയില്ല. എന്നാൽ ആക്രമണം മുഴുവൻ അവരുടെ കൂടെയുള്ള സഹവാസികളാണ്, മൈത്തേയി ഹിന്ദുസാണ്. കുക്കികൾ ഇവരെ മൈത്തേയി ക്രിസ്ത്യൻസിനെ ആക്രമിക്കുന്നില്ല. അവർ ക്രിസ്ത്യൻ ഭവനങ്ങളോ ക്രിസ്ത്യൻ സ്ഥാപനങ്ങളോ ഒന്നും അവരാക്രമിക്കുന്നില്ല. ഇതിൻ്റെ ഇടയിൽ കടന്ന് കഷ്ടപ്പെടുക. ഈ കുക്കി സമൂഹമാണ് ഈ മൈത്തേയി സമൂഹത്തോട് ഏറ്റവും കൂടുതൽ സുവിശേഷം പ്രസംഗിച്ചതും അവരുടെ ഇടയിൽ ഏറ്റവും നന്നായി ജീവിക്കാൻ പ്രേരിപ്പിച്ചതും അവരെല്ലാ വിധത്തിൽ അവരുടെ സുവിശേഷവൽക്കരണ പ്രവർത്തനങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്തതും. അതുകൊണ്ട് തന്നെ ഇവർക്ക് കുക്കികളെ ഒരു രീതിയിലും തള്ളിപ്പറയാനോ കുക്കികൾക്ക് ഇവരെ തള്ളിപ്പറയാനോ പറ്റുന്നില്ല. എന്നാൽ ഇതിൻ്റെ ഇടയിൽ വീടുകൾ നഷ്ടപ്പെട്ടു, ചർച്ചുകൾ നഷ്ടപ്പെട്ടു. അനേക പാസ്റ്റർമാരും ആളുകളും അവരുടെ ചർച്ചുകളോട് ചേർന്ന് ജീവിച്ചുകൊണ്ടിരുന്നത്. അതെല്ലാം പോയി. അവരുടെ സെമിനാരികൾ കത്തിപ്പോയി. എല്ലാ രീതിയിലും അവർ പീഡിപ്പിക്കപ്പെടുക. ഇവരിപ്പോൾ അനുഭവിക്കുന്ന ഒരു മാനസിക സംഘർഷവും നഗ്നമായ ഒരു യാഥാർത്ഥ്യവും എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ മൈത്തേയി ഹൈന്ദവ സമൂഹം ഈ മൈത്തേയി ക്രൈസ്തവ സമൂഹത്തിലുള്ള ആളുകളുടെ വീടുകളിൽ കയറി ഇറങ്ങി ലീഫ് ലെറ്റർ കൊടുക്കുക. ലീഫ് ലെറ്റർ കൊടുത്തിട്ട് അവർ ചോദിക്കുന്നത്, നിങ്ങൾ എന്നാണ് ബൈബിൾ കത്തിക്കുന്നത്, നിങ്ങൾ എന്നാണ് ക്രിസ്ത്യാനിറ്റിയെ തള്ളിപ്പറയുന്നത്, ഇങ്ങനെയൊക്കെ ചോദ്യങ്ങളുമായിട്ട് ഈ വീടുകളിൽ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുക. ഇത് അവരെ വലിയ രീതിയിലാണ് സംഘർഷത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളതിനകത്ത് അവരോട് ഞങ്ങൾ ചോദിച്ചു. ഞങ്ങൾ ചെറുപ്പക്കാരും മുതിർന്നവരും ഇരിക്കുന്ന അവരുടെ നേതൃത്വം ഒരു 10-15 പേരിരിക്കുന്ന ഒരു മീറ്റിംഗ് ഞങ്ങൾ പങ്കെടുത്തു. അതിനകത്ത് അവരോട് ഞങ്ങൾ ചോദിച്ചു, നിങ്ങളുടെ സ്റ്റാൻഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, എന്തു വന്നാലും, ഞങ്ങൾക്ക് ഈ ദേശം വിട്ട് ഓടിപ്പോകേണ്ടി വന്നാലും ഞങ്ങളറിഞ്ഞ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് മാറില്ല. അവരുടെ വിശ്വാസത്തിൻ്റെ ആഴം അതുപോലെയാണ്. അവരവിടെയും ദൈവത്തെ സ്തുതിക്കുക, നന്ദി പറയുക, ഞങ്ങളെ വീണ്ടും ഒന്നിപ്പിച്ചതിനെ ഓർത്ത്, നിങ്ങൾക്ക് കേരളത്തിൽ നിന്ന് ഇവിടെ വരാൻ ഒരു കാരണമാക്കിയതിനെ ഓർത്ത് നന്ദി പറയുന്നൊക്കെ പറഞ്ഞ് ഇവർ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക. നമുക്കത് ചിന്തിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. ഈ കേരളത്തിലെ നമ്മൾ വിശ്വാസത്തിൻ്റെ തറവാടാണ് എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനപ്പുറമാണ് മണിപ്പൂരിലെ വേദന അനുഭവിക്കുന്ന മൈത്തേയി ക്രൈസ്തവ സമൂഹത്തിൻ്റെ അവസ്ഥകൾ. അവിടെയും ഏറ്റവും കൂടുതൽ അസ്വസ്ഥപ്പെടുന്നത് പാസ്റ്റർമാരാണ്. കാരണം റിലീഫ് ക്യാമ്പുകളിലെല്ലാം ചെന്ന് സഹായങ്ങൾ കിട്ടും. പക്ഷേ ഇവർക്ക് ഈ കുടുംബങ്ങളിൽ പാസ്റ്റർമാരും ഇവാഞ്ചലിക്കൽ ചർച്ചിലെ അച്ഛന്മാർ, ബാപ്റ്റിസ്റ്റ് ചർച്ചിലെ അച്ഛന്മാർ, ഇങ്ങനെയുള്ളവർക്കൊന്നും ആരും സപ്പോർട്ട് ചെയ്യാനില്ല. അവർക്ക് ഒരു സഹായങ്ങളും കിട്ടാനില്ല. അവരാണ് ഏറ്റവും കൂടുതൽ അവിടെ വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റ് റിലീഫ് ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് പല രീതിയിൽ പല സംഘടനകളിലൂടെയൊക്കെ ഇൻ്റർനാഷണലും നാഷണൽ സംഘടനകളുടെ സഹായങ്ങൾ എന്ന് പറഞ്ഞാൽ അരിയും പച്ചക്കറിയും തുണിയും മറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് ലഭിക്കുന്നുണ്ട്. പക്ഷേ ഇവരെ കെയർ ചെയ്യാൻ ആരുമില്ല. അങ്ങനെ ഒരു വലിയ ദുരിതപരമായ അവസ്ഥയിലാണ് ഈ മൈത്തേയി ക്രൈസ്തവ സമൂഹം ജീവിച്ചു പോകുന്നത്. മൈത്തേയി ഹൈന്ദവ സമൂഹം അതിനകത്തുള്ളവർ, ഈ റിലീഫ് ക്യാമ്പുകളിൽ മൈത്തേയി ക്രൈസ്തവ സമൂഹത്തോടൊപ്പമുള്ളവരെ ഞങ്ങൾ കണ്ടു. അവരെല്ലാം കുറ്റപ്പെടുത്തുന്നത് സർക്കാരിനെയാണ്. അവരെല്ലാം പറയുന്ന ഒരു കാര്യമുണ്ട്, സർക്കാരിൻ്റെ പണിയാണ് ഇതെല്ലാം. സർക്കാർ ശ്രമിച്ചിരുന്നെങ്കിൽ ഇത് കലാപം ഉണ്ടാവില്ലായിരുന്നു. സർക്കാരാണ് വാശി പിടിച്ച് മുന്നോട്ട് പോകുന്നത്. അവർ പലരും സമാധാനം ആഗ്രഹിക്കുന്നവരാണ്. അവിടുത്തെ നല്ല മനുഷ്യർ, സ്നേഹമുള്ള മനുഷ്യരാണ്. അവരും കേരളത്തിൽ നിന്നാണ് ഞങ്ങൾ ചെന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങളോട് പറഞ്ഞു, യാഥാർത്ഥ്യങ്ങൾ ലോകത്തെ അറിയിക്കണം, യാഥാർത്ഥ്യം ലോകത്തിന് മുമ്പിലേക്ക് പോകണം. അവർ ഹൈന്ദവവിശ്വാസികളാണെങ്കിലും അവരിലും നന്മയുള്ള ആയിരങ്ങളെ ഞങ്ങൾക്ക് വിവിധ ക്യാമ്പുകളായിട്ട് കാണാൻ വേണ്ടി പറ്റി. അവരും നന്മ ആഗ്രഹിക്കുന്നവരാ, അവർ സത്യം ലോകം അറിയണമെന്ന് ആഗ്രഹിക്കുന്നവരാ. ഈ സത്യത്തെ മറച്ചു വെച്ചുകൊണ്ട് ലോകത്തിന് മുമ്പിലേക്ക് പച്ചയായ നുണ ഇപ്പോൾ സർക്കാർ വിളമ്പിക്കൊണ്ടിരിക്കുക. ആ കാര്യത്തിൽ ഈ മൈത്തേയി സമൂഹം അസ്വസ്ഥരാണ്. അതിൻ്റെ പാർശ്വഫലമാണ് മന്ത്രിമാരുടെ വീടുകൾ, MLA-മാരുടെ വീടുകൾ, MP-മാരുടെ ഓഫീസൊക്കെ കത്തിക്കാനും തീവെക്കാനും നശിപ്പിക്കാനും ഒക്കെ ഇപ്പോൾ അവർ തന്നെ മുതിരുന്നത്. അവർക്ക് പോലും മനസ്സിലായി തുടങ്ങി, ഞങ്ങളും ഒരു വ്യക്തിയുമായി മാറി എന്ന് അവർക്ക് തന്നെ ബോധ്യം വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് മൈത്തേയികളുടെ അവിടുത്തെ അവസ്ഥ. ഈ കലാപത്തിലേക്ക് നയിച്ച കാരണങ്ങളെപ്പറ്റി നമ്മുടെ ഇവിടെ ധാരാളം തെറ്റിദ്ധാരണ പരത്തുന്ന കാര്യങ്ങളുണ്ട്. ഇവിടെ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ഇതിൻ്റെ കാരണങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ഇതിൻ്റെ ഭൂപ്രകൃതി, മണിപ്പൂരിൻ്റെ ഭൂപ്രകൃതി മനസ്സിലാക്കണം. മണിപ്പൂർ സംസ്ഥാനത്തിൻ്റെ 90% ഹിൽ ഏരിയ.
ബാക്കി 10% ഇംഫാൽ താഴ്വര. അത് നമുക്ക് ഏത് മേഖലയിൽ അന്വേഷിച്ചാലും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. സെർച്ച് ചെയ്താൽ പറ്റും, ഗൂഗിളിൽ സെർച്ച് ചെയ്താലൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വെറും 10% ഭൂമിയാണ് ഇംഫാൽ താഴ്വര. ഈ ഇംഫാൽ താഴ്വര വളരെ ഫെർട്ടൈൽ ലാൻഡാണ്. കാരണം ഈ മലകളിൽ നിന്നെല്ലാം ഓരോ വർഷവും ഇറങ്ങി വരുന്ന ഈ വെള്ളമെല്ലാം വന്ന് സമ്പൽ സമൃദ്ധമായ ഭൂമിയാണ് ഈ ഇംഫാൽ താഴ്വര. ഈ ഇംഫാൽ താഴ്വരയിൽ ഈ അടുത്ത കാലഘട്ടം വരെ കലാപം തുടങ്ങുന്നത് വരെ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് നമ്മുടെ മൈത്തേയി സമൂഹമാണ്. അവർ വൈഷ്ണവ സമൂഹമാണ്, എന്ന് പറഞ്ഞാൽ ഹിന്ദു സമൂഹമാണ് അവിടെയുള്ളത്. അതിനകത്ത് തന്നെ ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ച ഒരു 10 തൊട്ട് 15 വരെ ശതമാനം ആളുകളുണ്ട്. എന്നാൽ ഇവിടെ ബിസിനസ്സിനും ജോലിക്കുമൊക്കെ വന്ന കുക്കി വംശജരായ ആളുകളും നാഗ വംശജരായ ആളുകളും ഒക്കെ ഇതിൻ്റെ ഇടയിൽ ഇടകലർന്ന് ജീവിക്കുന്നുണ്ട്. 10% വരുന്ന ഭൂമിയിൽ ഇവർ താമസിക്കുമ്പോൾ ബാക്കി 90% വരുന്ന ഭൂമിയിൽ പൂർണ്ണമായിട്ടും നാഗ കുക്കി വംശജരാണ് താമസിക്കുന്നത്. അവർ മുഴുവൻ ക്രൈസ്തവ വിശ്വാസികളുമാണ്, ക്രിസ്തു വിശ്വാസികളാണ്. ഇനി ഈ 2011 കണക്കുകൾ ഞാൻ പറയുന്നത്, പുതിയ കണക്കുകളല്ല, 2011 കണക്കനുസരിച്ചിട്ട് ഇംഫാൽ താഴ്വരയിൽ 4 ജില്ലകളുണ്ട്. ഈ 4 ജില്ലകളിലായിട്ട് 40 അസംബ്ലി മണ്ഡലങ്ങളാണ് ഉള്ളത്. ഇപ്പോൾ മൊത്തം 16 ജില്ലയായി. അന്ന് 9 ജില്ലയേ ഉള്ളൂ. ആ 9 ജില്ല പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാം. 4 ജില്ലയായിട്ട് അവിടെയുള്ളത് 40 അസംബ്ലി മണ്ഡലങ്ങളാണ്. ബാക്കി മണിപ്പൂരിൻ്റെ 90% ഭൂപ്രകൃതി വരുന്ന സ്ഥലത്ത് അവിടെ നിന്ന് 5 ജില്ലകളാണുള്ളത്. ആ 5 ജില്ലകളിലായിട്ട് 20 കോൺസ്റ്റിറ്റ്യുവൻസി അസംബ്ലി MLA-മാരുമാണ് ഉള്ളത്. അപ്പോൾ ഈ മലയോരത്ത് താമസിക്കുന്ന, ഹിൽ ഏരിയയിൽ താമസിക്കുന്ന കുക്കികളുടെയും നാഗകളുടെയും ഒരു സഹായവുമില്ലാതെ വളരെ സുരക്ഷിതമായിട്ട് ഇംഫാൽ താഴ്വരയിൽ തങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഭരിക്കാൻ പറ്റുന്ന ഒരു സംവിധാനം ഗവൺമെൻറ് വർഷങ്ങൾക്ക് മുൻപ് തന്നെ പ്ലാൻ ചെയ്ത് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് രൂപപ്പെടുത്തി വെച്ചു. അതുകൊണ്ട് തന്നെ ഒരു വികസനവും മല കയറി മുകളിലേക്ക് ചെല്ലത്തില്ല. ഈ 2 സ്ഥലങ്ങളും തമ്മിൽ ജനസംഖ്യയുടെ കാര്യത്തിൽ 20,000 30,000 ഒക്കെ പോലത്തെ ചെറിയ വ്യത്യാസങ്ങളാണ് രണ്ടും തമ്മിലുള്ളത്. ഇംഫാൽ വാലിയിലെ ഒരു MLA-ക്ക് ഒരു സൈക്കിളും എടുത്ത് 2 മണിക്കൂർ മെനക്കെട്ടാൽ അദ്ദേഹത്തിൻ്റെ ആ മണ്ഡലം ചുറ്റിക്കറങ്ങാം. അതേസമയം ഹിൽ ഏരിയ എന്ന് പറയും 90% വരുന്ന ഭൂമിയിൽ അവിടുത്തെ ഒരു MLA-ക്ക് ചിലപ്പോൾ 2-3 ദിവസം കറങ്ങിയാലാണ് ഒരു മണ്ഡലം ഒന്ന് കറങ്ങി തീർക്കാൻ, എവിടെ സ്റ്റോപ്പില്ലാതെ പോയാൽ പോലും ഓടി എത്താൻ വേണ്ടി പറ്റുക. ഈ രീതിയിലുള്ള ഒരു വേർതിരിവ് അവിടെ വന്നതോടുകൂടിയാണ് ഏറ്റവും പ്രധാനമായിട്ടും ഈ ഹിൽ ഏരിയ താമസിക്കുന്നവർ ഈ താഴെ താമസിക്കുന്ന ആളുകളുമായിട്ട് ഒരു ചെറിയ ഭിന്നിപ്പിലേക്ക് വന്നു തുടങ്ങിയത്. ഇങ്ങനെ വന്ന് നിൽക്കുന്ന ഈ സമയത്ത് ഗവൺമെൻറ് പല പഠനങ്ങൾ നടത്തുന്നുണ്ട്. പല പഠനങ്ങൾ ഇതിൻ്റെ ഇടയിൽ കൂടെ ഗവൺമെൻറ് നടത്തുന്നുണ്ട്. അതിലൊന്നാണ് ഈ എണ്ണ നിക്ഷേപവുമായിട്ട് ബന്ധപ്പെട്ട പഠനങ്ങൾ. 7ഓളം കമ്പനികൾ 93-94 കാലഘട്ടം തൊട്ട് ഇന്ന് വരെയുള്ള കാലഘട്ടത്തിനിടയ്ക്ക് നടത്തിയ പഠനങ്ങൾക്കനുസരിച്ച് ലോകത്തിലെ ഏറ്റവും കൂടുതൽ എണ്ണ നിക്ഷേപമുള്ള സ്ഥലങ്ങളിൽ ഒന്നാണ് ഈ മണിപ്പൂരിൻ്റെ ഈ ഹിൽ ഏരിയ. ഈ ഹിൽ ഏരിയ സ്വന്തമാക്കാൻ വേണ്ടി ഓരോ കാലഘട്ടത്തിലും സർക്കാരുകൾ വിവിധ രീതിയിൽ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് എണ്ണ നിക്ഷേപം, അതോടൊപ്പം ധാതു ലവണങ്ങളുടെ വലിയൊരു ശേഖരം അവിടെയുണ്ട്. അതും ഗവൺമെൻറ് സിസ്റ്റമാറ്റിക്കായുള്ള പഠനങ്ങളുണ്ട്. 3 ഡയമണ്ട്സ്, ആഫ്രിക്കൻ വജ്രശേഖരം. ആഫ്രിക്കൻ മേഖലകൾ കഴിഞ്ഞാൽ പിന്നെ വജ്രശേഖരം ഏറ്റവും കൂടുതലുള്ള സ്ഥലം ഇന്ത്യയിലെ നമ്മുടെ നോർത്ത് ഈസ്റ്റ് മേഖലകളാണ്. ആ മേഖലകളെ സ്വന്തമാക്കുക എന്ന ഒരു വലിയ ലക്ഷ്യം ഓരോ കാലഘട്ടത്തിലും ഭരിക്കുന്ന പാർട്ടികൾക്കും ഇന്ത്യയിലെ വൻകിട കുത്തക ആളുകൾക്കുമായിട്ടുണ്ടായിരുന്നു. അതിനുവേണ്ടി അവർ ഈ ഭൂമി പിടിച്ചെടുക്കാൻ പല തന്ത്രങ്ങൾ ഉപയോഗിച്ചു. അങ്ങനെ ഭൂമി പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് തന്ത്രങ്ങൾ ഉപയോഗിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് ഇപ്പോഴത്തെ ബീരൻ സിംഗ് സർക്കാർ അവിടെ അധികാരത്തിൽ വരുന്നത്. അവർ അധികാരത്തിൽ വന്ന ഉടനെ എന്ത് ചെയ്ത കാര്യം, ഈ മണിപ്പൂർ വനമേഖലകളെല്ലാം മണിപ്പൂരിലെ മേത്തികളുടേതാണെന്നുള്ളൊരു സംസ്കാരം, അങ്ങനെ ഒരു കൾച്ചറാണ് എന്ന് പറഞ്ഞ് അവരൊരു പ്രചാരണം ആരംഭിച്ചു. ഇത് ഈ ഈ നാഗ സമൂഹത്തെ ഒത്തിരിയേറെ വേദനിപ്പിച്ചു. അതോടൊപ്പം 2015 ഈ ഗോത്ര സമൂഹങ്ങളുടെ ഭൂമി സ്വന്തമാക്കുന്നതിന് വേണ്ടി ഒരു സ്പെഷ്യൽ നിയമനിർമ്മാണം അവിടെ നടത്തി. അങ്ങനെ ആ സ്പെഷ്യൽ നിയമനിർമ്മാണം നടത്തി കഴിഞ്ഞപ്പോൾ ഈ ഭൂമി പിടിച്ചെടുക്കുന്നതിന് വേണ്ടി വരുന്നൊരു നിലപാട് 3 നിയമങ്ങളാണ് അവിടെ അടിസ്ഥാനപരമായിട്ടുണ്ടായത്. ആ നിയമങ്ങളെയും പൂർണ്ണമായിട്ടും ഈ ഹില്ലേരിയയിൽ താമസിക്കുന്ന കുക്കി നാഗ ഗോത്രങ്ങൾ തള്ളിക്കളഞ്ഞു. അതിനുശേഷമാണ് ഈ വിഭാഗത്തെ, മൈത്തേയ് വിഭാഗത്തെ, വൈഷ്ണവ സമൂഹത്തിൽപ്പെടുന്ന ഈ വിഭാഗത്തെ ST സ്റ്റാറ്റസിലേക്ക് കൊണ്ടുപോകണം. എന്തിനാ ST സ്റ്റാറ്റസിലേക്ക് കൊണ്ടുപോകണത്? 2 പ്രധാനപ്പെട്ട കാരണങ്ങളാണ്. ഒന്ന്, ഈ നാഗ കുക്കി ഗോത്ര വിഭാഗങ്ങൾക്ക് റിസർവേഷൻ ഉണ്ട്. അവർ ST സ്റ്റാറ്റസ് ഉള്ളതുകൊണ്ട് സംസ്ഥാനത്തിൻ്റെ തന്ത്രപ്രധാനമായ എല്ലാ പോസ്റ്റുകളിലും തൊഴിൽ മേഖലകളിൽ ജോലികളിൽ അവരാണ് ഇരിക്കുന്നത്. ഇത്
ഈ വൈഷ്ണവ സമൂഹത്തെ, ഹിന്ദുത്വ സമൂഹത്തെ വലിയ രീതിയിൽ അസ്വസ്ഥപ്പെടുന്നു. കാരണം ഞങ്ങൾ ഉന്നതരാണ്, ഞങ്ങൾ ഈ ഗോത്രവർഗ്ഗക്കാരുടെ ഭരണത്തിന് കീഴിൽ കിടക്കുന്നു. കളക്ടർമാര്, എസ് പിമാര്, തഹസിൽദാർമാര്, RDOമാര്, വില്ലേജ് ഓഫീസർമാര്, പഞ്ചായത്ത് സെക്രട്ടറിമാര് എല്ലാവരും ഈ ട്രൈബൽ വിഭാഗത്തിൽ നിന്നുള്ളവർ വന്നു കഴിഞ്ഞപ്പോൾ അവരെ സ്വീകരിക്കാൻ ഈ സമൂഹത്തിന് പറ്റുന്നില്ല. അതാണ് അവരെ ST സ്റ്റാറ്റസിലേക്ക് മാറ്റാൻ വേണ്ടി അവർ ശ്രമിക്കാനുണ്ടായ ഒന്നാമത്തെ കാരണം. 2, ഈ 10% മാത്രം ഭൂമിയിൽ കടന്നുകൊണ്ട് ഇനി ഞങ്ങൾക്ക് വളരാൻ സാധിക്കുകയില്ല. അതോടൊപ്പം ഈ മലയോരത്തിൻ്റെ ഭൂമി പിടിച്ചെടുക്കണം. എണ്ണയും ധാതു ലവണങ്ങളും ഈ വജ്രശേഖരണം ഒക്കെ ഉള്ളതുകൊണ്ട് അതിനുവേണ്ടി അവരെന്ത് ചെയ്തു? ST സ്റ്റാറ്റസ് കൊടുത്ത് ഈ വൈഷ്ണവ സമൂഹത്തെയും മൈത്തേയ് ഹിന്ദു സമൂഹത്തെയും കൂടെ അങ്ങോട്ടേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ അവിടെ വലിയൊരു ഇവർക്ക് കയറി പിടിക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ ഇവർ കയറി ആധിപത്യം പുലർത്തി കഴിഞ്ഞാൽ ഈ ഭൂമി ഏറ്റെടുക്കൽ നിയമത്തിലൂടെ അവർ ഈ ഭൂമി സറണ്ടർ ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞാൽ ഒരു മുടക്കവുമില്ലാതെ ഈ ഇത്രയും കാലഘട്ടമായിട്ട് ഈ കുക്കി, നാഗ, ഗോത്ര സമൂഹങ്ങളുടെ കയ്യിലിരിക്കുന്ന ഈ ഭൂമി വളരെ മനോഹരമായിട്ട് ഇവരുടെ കയ്യിലേക്ക് എത്തും. അതിനു വേണ്ടുന്ന ഒരു നീക്കമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഈ ഇപ്പോഴത്തെ കലാപത്തിൻ്റെ അടിസ്ഥാന കാരണം. ഈ നിയമനിർമ്മാണത്തിന് വേണ്ടി ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതി അത് ഇമ്മീഡിയറ്റ് ആയിട്ട് പഠിച്ച് നടപടിയെടുക്കുവാൻ, അതുമായിട്ട് മുന്നോട്ട് പോകാനും നടപടിയെടുക്കുവാനും ആഹ്വാനം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ, കോടതി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓൾ ട്രൈബൽ സ്റ്റുഡൻസ് യൂണിയൻ, മണിപ്പൂരിലെ എല്ലാ ട്രൈബൽ വിഭാഗങ്ങളുടെയും സ്റ്റുഡൻസ് യൂണിയൻ അവിടെ ഒരു പണിമുടക്കന് അല്ലെങ്കിൽ ഒരു പ്രകടനങ്ങൾ, ജില്ലാ കേന്ദ്രങ്ങളിൽ പ്രകടനങ്ങൾക്ക് ആഹ്വാനം ചെയ്യുന്നത്. അങ്ങനെ നടത്തിയ സമാധാനപരമായിട്ട് എല്ലാ സ്ഥലങ്ങളിലും നടത്തിയ പ്രകടനമാണ് മണിപ്പൂരിൽ വിഷ്ണുപൂർ വരെയാണ് ഒരു മേഖലയിൽ മൈത്തേയ് വിഭാഗക്കാർ ഏറ്റവും തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലം. അത് കഴിഞ്ഞാൽ പിന്നെ ചർച്ചാമ്പൂർ കുക്കികളുടെ മേഖലയാണ്. ഇതിന് നടുവിൽ ഉള്ള ഒരു സ്ഥലത്ത് ഇവർ പ്രകടനം നടക്കുന്ന സമയത്താണ് ഈ മൈത്തേയ് സമൂഹത്തിൽപ്പെട്ട ആളുകൾ കുക്കികളുടെ ഏറ്റവും വൈകാരികമായ ബന്ധമുള്ള, നമുക്ക് നമ്മുടെ ഇടവക ദേവാലയം എന്ന് പറയുന്നത് പോലെ അവർക്ക് ഏറ്റവും വൈകാരികമായ ബന്ധമുള്ള ആംഗ്ലോ കുക്കി വാർ ചരിത്രത്തിൽ നടന്നുവെന്ന് കുക്കികൾ പറയുന്ന ഒരു യുദ്ധമാണ് ആംഗ്ലോ കുക്കി വാർ. അപ്പോൾ ആംഗ്ലോ കുക്കി വാറിൽ കുക്കികൾ വിജയിച്ചതായിട്ടും അങ്ങനെ വിജയിച്ചതിൻ്റെ സ്മാരകമായിട്ട് അവിടെ ഒരു വലിയ ഗേറ്റ് ഉണ്ട്, ആംഗ്ലോ കുക്കി വാർ മെമ്മോറിയൽ ഗേറ്റ്. ആ ഗേറ്റിന് ഈ മൈത്തേയ് വിഭാഗക്കാർ തീവെച്ചു. അങ്ങനെ തീവെച്ച് അന്ന് കത്താൻ തുടങ്ങിയ മണിപ്പൂർ ഇന്ന് വരെ കെട്ടടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അതിനെ ഈ കുക്കി ഗോത്രക്കാർ എതിർത്തു. അവരങ്ങോട്ടും ഇങ്ങോട്ട് തർക്കങ്ങളായി. ആ ഗ്രാമങ്ങൾ രണ്ടും നിമിഷ നേരങ്ങൾ കൊണ്ട് 2 കൂട്ടരുടെയും ഗ്രാമങ്ങൾ കത്തിച്ചു. അവർ വനമേഖലയിലേക്ക് പോയി. ആ കലാപം ഇംഫാൽ സിറ്റിയിലേക്കും മണിപ്പൂർ മുഴുവൻ വ്യാപിച്ചു. ഈ കലാപത്തിന് ഒരു കാരണം, ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളൊന്ന്, ഇങ്ങനെ കത്തി നിന്നിരുന്ന വൈകാരികമായ ഈ പോയിന്റുകളെല്ലാം കൂടെ ഈ ആംഗ്ലോ കുക്കി വാർ മെമ്മോറിയൽ ഗേറ്റ് കത്തിക്കുന്നതിലൂടെ പൊട്ടിത്തെറിച്ചു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അതിന് തുടക്കമിട്ടത് ആ നാട്ടിലെ മൈത്തേയ്, കുക്കി, നാഗ വിഭാഗങ്ങളിലെ 3 ആളുകളെയും കണ്ട് ഞങ്ങൾ ചോദിച്ചതിൽ വെച്ചിട്ടും നമ്മുടെ മലയാളികളായിട്ടുള്ള ആളുകൾ അവിടെയുണ്ട്, അവരോട് ചോദിച്ച് വെച്ചിട്ടൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് ഈ ഒരൊറ്റ ഈ ഗേറ്റ് കത്തിക്കലോടുകൂടിയാണ് ഇത് ആരംഭിക്കുന്നത്. ഇവിടെ നിന്നാണ് പൊട്ടിത്തെറിക്കുന്നത്. പിന്നെ ഓരോ ഗ്രാമങ്ങൾ, സർക്കാരിൻ്റെ കണക്കിലനുസരിച്ചൊരു 100ഓളം പേര് മരിച്ചു, 200ഓളം ഗ്രാമങ്ങൾ കത്തിച്ചു, 37,000ഓളം പേര് റിലീഫ് ക്യാമ്പുകളിലുണ്ട്. എന്നാൽ അവിടെയുള്ള ആളുകളുടെയും 3 മെയിൻ വിഭാഗക്കാരായ ആളുകളുടെയും നമ്മുടെ ചർച്ച് ലീഡേഴ്സിൻ്റെയും ഒക്കെ അഭിപ്രായത്തിൽ 1 ലക്ഷത്തിലധികം ആളുകൾ വിവിധ റിലീഫ് ക്യാമ്പുകളിലുണ്ട്. 1 ലക്ഷത്തിലധികം ആളുകൾ, 1000-ലധികം പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം 500-ലധികം ഗ്രാമങ്ങൾ കത്തിച്ചാമ്പലാക്കപ്പെട്ടിട്ടുണ്ട്. ഒന്നുമില്ലാതെ കത്തിച്ചാമ്പലാക്കപ്പെട്ടിട്ടുണ്ട്. ഇത് ഇപ്പോഴത്തെ അവസ്ഥ. ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുക. ചില സ്ഥലങ്ങളിൽ കത്തിച്ച് കളഞ്ഞിട്ട് അത് കത്തി തീരാത്തതിനെ ഇവർ പിന്നെയും പോയി കത്തിച്ച് കളയുന്നു. ഇങ്ങനത്തെ അതിഭീകരമായ ഒരവസ്ഥ. മരിച്ചു വീഴുന്ന ആളുകളുടെ കണക്കിൽ ഒരു സത്യസന്ധതയും സർക്കാർ പുറത്തിറക്കുന്നില്ല. നമുക്കറിയാം, അവിടെ ഇൻ്റർനെറ്റ് ഇല്ല, അവിടുന്ന് പുറത്തേക്ക് ന്യൂസ് പോകാൻ ഒരു വഴിയില്ല. സർക്കാർ കൊടുക്കുന്ന ചില റിപ്പോർട്ടുകളും ചില മാധ്യമപ്രവർത്തകർ ഒളിച്ചും പാത്തുമൊക്കെ കയറിയും എടുക്കുന്ന റിപ്പോർട്ടുകളും വീഡിയോസും മാത്രമാണ് പുറം ലോകത്തേക്ക് പല രീതിയിൽ എത്തുന്നത്. അവിടുന്ന് ആളുകളുടെ അടുത്ത് കൊടുത്തുവിട്ടുമൊക്കെ അല്ലാതെയുമൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നത്. വാസ്തവം നമ്മളൊന്നും ചിന്തിക്കുന്നതിനും അപ്പുറത്തേക്കാണ്. ഒരു ഉദാഹരണം മാത്രം പറയാം. 14-ാം തീയതി അവിടെ ഒരു കുക്കി ഗ്രാമം മൈത്തേയി ഹിന്ദു സമൂഹം ആക്രമിച്ചു. ആ കുക്കി ഗ്രാമം മുഴുവൻ ചുട്ട് ചാമ്പലാക്കി.
അവിടുത്തെ ജനങ്ങൾ മുഴുവൻ ഓടി ഒളിച്ചു. അവർ അവിടെ ചാമ്പലാക്കിയതിന് ശേഷം അതിന് നടുവിലുള്ള ബാപ്റ്റിസ്റ്റ് ചർച്ചിൽ അവരെല്ലാവരും കൂടെ ആഹ്ലാദ പ്രകടനം നടത്താൻ ഒന്നിച്ചുകൂടി. അങ്ങനെ ആഹ്ലാദ പ്രകടനം അവിടെ നടക്കുമ്പോൾ ഇവരെ കൂടുതലായിട്ട് ഉപദ്രവിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അവർ കരുതിക്കൊണ്ട് വന്നിരുന്ന അവരുടെ കയ്യിൽ വെച്ചിരുന്ന ബോംബുകൾ ഈ ആഹ്ലാദ പ്രകടനത്തിനിടയ്ക്ക് പൊട്ടി ചെതറി. ആ ഒറ്റ ദിവസം അവിടെ മാത്രം 80-ലധികം പേര് മരിച്ചുവെന്നാണ് അവിടെയുള്ള ഗ്രാമവാസികളും നാട്ടുകാരും മുഴുവൻ പറയുന്നത്. 80-നും 120-നും ഇടയിലാണ് മരണസംഖ്യ എന്നാണ് പറയുന്നത്. പക്ഷേ തൊട്ടടുത്ത ദിവസത്തെ പത്രങ്ങളിലെല്ലാം റിപ്പോർട്ട് ചെയ്തത് 9 dead and 10 injured എന്നാണ്. 9 പേരെ മരിച്ചുള്ളൂ, 10 injured. ഞങ്ങൾ ചർച്ചാമ്പൂർ മെഡിക്കൽ കോളേജിൽ ഈ 90% വരുന്ന ഭൂപ്രദേശത്തെ ഈ 10% ഇംഫാൽ സിറ്റി ഒഴികെ ബാക്കി വരുന്ന 90% വരുന്ന ഭൂപ്രദേശത്തിന് വേണ്ടിയിട്ട് മണിപ്പൂരിലുള്ളത് ഒരു മെഡിക്കൽ കോളേജാണ്. അത് 2 വർഷങ്ങൾക്ക് മുമ്പിൽ ആരംഭിച്ചതാണ്. ചർച്ചാമ്പൂർ മെഡിക്കൽ കോളേജ്, ഗവൺമെൻറ് മെഡിക്കൽ കോളേജ്. ആ മെഡിക്കൽ കോളേജിൽ ശരീരത്തിൽ വെടിയുണ്ടകളുമായിട്ട് വെടിയേറ്റ് കിടക്കുന്നവരെ കാണാൻ വേണ്ടി ഞങ്ങൾ പോയി. അപ്പോൾ അതിനകത്ത് ഒരു മനുഷ്യൻ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ കൂടെ അവർ ബൈക്കിൽ രക്ഷപ്പെടുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ ബൈക്കിലുണ്ടായിരുന്ന ആൾ വെടിയേറ്റ് മരിച്ചു. ആ മരിച്ച ആളെ പറ്റിയിട്ട് കൂടെ നിന്നവർ പറഞ്ഞു സർക്കാരിൻ്റെ കണക്കിൽ ഒന്നുമില്ല, അവരാരും വന്നില്ല, പോസ്റ്റ്മോർട്ടം ഇല്ല, ഒരാളെ പോലും പോസ്റ്റ്മോർട്ടം ചെയ്യുന്നില്ല, ഒരു കണക്ക് രേഖ കയറുന്നില്ല. വില്ലേജ് ഗ്രാമവാസികൾ കൊണ്ടുപോയി അവർ തന്നെ ക്രിമേറ്റ് ചെയ്യുന്നു, അവർ തന്നെ അടക്കം ചെയ്യുന്നു. അതിനപ്പുറത്തേക്ക് ഒന്നും ഒരു കണക്കും പുറത്തേക്ക് വരാത്ത രീതിയിൽ ഗവൺമെൻറ് സംവിധാനങ്ങൾ വളരെ മനോഹരമായിട്ട് ഇതിന് കൊടപിടിച്ച് ഇതിനെ സപ്പോർട്ട് ചെയ്യുക. ബീരൻ സിംഗ് സർക്കാർ വളരെ നാളുകളായിട്ട് പ്ലാൻ ചെയ്തൊരു സംഭവമാണ്. ഇതിന് പുറകിൽ 1-2 പ്രിപ്പറേഷൻസ് നടന്നിട്ടുണ്ട്. ഒന്ന്, ഈ മൈത്തേയി ക്രൈസ്തവരുടെയും കുക്കികളുടെയും വീടുകൾ ഇവർ നാളുകൾക്ക് മുമ്പ് തന്നെ സർവേ എടുത്ത് മാർക്ക് ചെയ്യപ്പെട്ടിരുന്നു. എല്ലാ വീടുകൾക്കും മാർക്ക് ചെയ്തിരുന്നു. നമ്മുടെ അവിടെ വാട്ടർ കണക്ഷൻ മറ്റു കാര്യങ്ങൾക്കുമൊക്കെ വരുമ്പോൾ മാർക്ക് ചെയ്യുന്ന പോലെ മാർക്ക് ചെയ്തിരുന്നു. ആ മാർക്ക് ചെയ്ത വീടുകൾ മാത്രമാണ് ആക്രമിക്കപ്പെട്ടത്, മറ്റൊരു വീടും ആക്രമിക്കപ്പെട്ടിട്ടില്ല. അത് വളരെ നാളുകളായി നീണ്ട ഒരുക്കത്തിനും ഫലമാണ്. 2, ഈ കുക്കി നാഗ ഗോത്രങ്ങളുടെ കയ്യിലുള്ള ആയുധങ്ങൾ മുഴുവൻ, മിക്കവർക്കും തോക്കുണ്ട്, ആയുധങ്ങൾ മുഴുവൻ സ്റ്റേറ്റ് ആർമറിയിൽ എത്തിച്ചു. ആ ആർമറി ആണ് മൈത്തേയി വിഭാഗക്കാർക്ക് വേണ്ടി തുറന്നു കൊടുത്തത്. ഈ ആയുധങ്ങളാണ് ഇപ്പോൾ ആയുധങ്ങൾ വെച്ചിട്ടാണ് ഈ കൂട്ടക്കൊലകൾ മുഴുവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനും സർക്കാരിൻ്റെ പങ്കാണ്. കാരണം CRPF-ഉം ആർമിയും ഒക്കെ സെക്യൂരിറ്റി നിൽക്കുന്ന സ്റ്റേറ്റ് ആർമറിയാണ് അവിടെ നിന്ന് പൊളിച്ചുകൊണ്ട് പോയിരിക്കുന്നത്. ഇപ്പോഴത്തെ രസം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴും ഗവൺമെൻറ് ഓരോ ദിവസം പറയും, മുഖ്യമന്ത്രി പറയുന്നുണ്ട് സറണ്ടർ ചെയ്യുക. ഈ സറണ്ടർ ചെയ്യുന്ന എവിടെയാണ്? MLA-മാരുടെ എല്ലാം വീടിന് മുമ്പിൽ ഒരു പെട്ടി വെച്ചിട്ടുണ്ട്, ആ പെട്ടി കൊണ്ട് നിർണം. രാത്രിയിൽ അതെടുത്ത് മൈത്തേക്കാർക്ക് കൊടുക്കും. എന്നിട്ട് ഈ കുക്കികളും നാഗകളും ഒക്കെ സറണ്ടർ ചെയ്യുന്ന ആയുധം എടുത്തുകൊണ്ട് പിറ്റേ ദിവസം അവർക്കെതിരെ വെടിവെക്കാൻ വേണ്ടി ചെല്ലും. ഇതാണ് ഈ കുക്കികളുടെയും നാഗകളെയും എല്ലാം വീണ്ടും 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 വൈരാഗ്യത്തിലേക്കും വിദ്വേഷത്തിലേക്കും കലാപത്തിലേക്കും നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് മണിപ്പൂർ ഭരിക്കുന്ന സർക്കാരിനും കേന്ദ്ര സർക്കാരിനുമുള്ള പങ്ക് വളരെ വ്യക്തമാണ്. കാരണം ഹിന്ദുത്വ സംഘടനകളുടെ കീഴിൽ പ്രവർത്തിക്കുന്ന അരാംബായ് എന്ന് പറയപ്പെടുന്ന മിലിറ്റന്റ് ഗ്രൂപ്പും അവിടുത്തെ അണ്ടർഗ്രൗണ്ട് മിലിറ്റന്റ് ഗ്രൂപ്പായ മണിപ്പൂർ സെക്യൂരിറ്റി ഗാർഡ്സുമാണ് ഈ ആക്രമണങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുക്കുന്നത്. ഇത് ഒരു മെയ്തേയ് പറഞ്ഞതോ ഒരു കുക്കി പറഞ്ഞതോ അല്ല. നാഗ ഇതിനിടയിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്ന നാഗ സമൂഹത്തിൻ്റെ ഇടയിൽ നിന്ന്, ഇതിൻ്റെ ഇടയിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്ന ഇസ്ലാം സമൂഹത്തിൻ്റെ ഇടയിൽ നിന്ന് നമുക്ക് ലഭിച്ച വിവരങ്ങളാണ്. ഇവർ നാളുകളായിട്ട് പ്രവർത്തിക്കുകയാണ്. അവരിപ്പോഴും അണ്ടർഗ്രൗണ്ടിൽ തന്നെയാണ്. അവരാരും പിക്ചറിലേക്ക് വരുന്നില്ല, നാട്ടുകാരെ ഇളക്കി ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, വളരെ ദയനീയമായ അവസ്ഥ. മരിച്ചു കിടക്കുന്നവരെ അറിയത്തില്ല. ഞങ്ങൾ ചില ക്യാമ്പുകളിൽ പോകുമ്പോൾ കുഞ്ഞുങ്ങളെ കാണുന്നുണ്ട്. നിങ്ങളുടെ അപ്പൻ എവിടെയാ, അമ്മ എവിടെയാ? അപ്പ എവിടെയെങ്കിലും ഉണ്ടാവും, കാട്ടിലുണ്ടാവും, ഇല്ലെങ്കിൽ ഏതെങ്കിലും റിലീഫ് ക്യാമ്പിലുണ്ടാവും. കുഞ്ഞുങ്ങൾ കിടക്കുന്നു. പ്രസവിക്കാറായ അമ്മമാർ, പൂർണ്ണ ഗർഭിണികൾ 10, 15, 20 കിലോമീറ്ററൊക്കെ കാട്ടിലൂടെ ഓടിയും നടന്നും ഈ റിലീഫ് ക്യാമ്പുകളിൽ എത്തപ്പെട്ട പൂർണ്ണ ഗർഭിണികൾ. അങ്ങനെയുള്ള ഓട്ടത്തിനിടയ്ക്ക് പ്രസവിച്ച് കുഞ്ഞുങ്ങൾ മരിച്ച അമ്മമാർ, പ്രസവത്തിനിടയ്ക്ക് ഗർഭിണികളുടെ ഗർഭം അലസിപ്പോയ അവസ്ഥകൾ, കൈയും കാലും ഒടിഞ്ഞവർ, തല്ലി തകർക്കപ്പെട്ടവർ, അങ്ങനെ വേദനിക്കുന്ന വലിയൊരു സമൂഹം, വലിയൊരു ക്രൈസ്തവ സമൂഹം അവിടെയുണ്ട്. ഇനി എല്ലാവരുടെയും സംശയം, ആ സംശയത്തിന് ഉത്തരം തരാൻ വേണ്ടി ആഗ്രഹിക്കുക. ഇത് എത്തിരിക്ക് വാറല്ലേ? ഇത് 2 ഗോത്രങ്ങൾ തമ്മിലുള്ള വാറല്ലേ? ഇതെങ്ങനെയാ വർഗീയതയാവുന്നത്? ഇത് 2 ഗോത്രങ്ങൾ തമ്മിലുള്ള വാറല്ല. കാരണം ഈ പറയുന്ന കുക്കി വിഭാഗം, കുക്കി സമൂഹം അവർ ഗോത്രവിഭാഗമാണ്. എന്നാൽ ഇവിടെ പറയുന്ന മൈത്തേയ് വിഭാഗം അവർ വൈഷ്ണവർ, അവർ ഹിന്ദുസാ. ആ ഹിന്ദുസിനകത്ത് ഒരു 10-15% ക്രിസ്തു വിശ്വാസം സ്വീകരിച്ച് മാറി നിൽക്കുന്നുണ്ട്. അവരാണ് മൈത്തേയ് ക്രിസ്ത്യൻസ്. അവർ മൈത്തേയ് ക്രിസ്ത്യൻസ് തന്നെ അറിയപ്പെടുന്നത്. മറ്റൊരു മൈത്തേയിസ് എന്നും അറിയപ്പെടുന്നു, ഇവർ മൈത്തേയ് ക്രിസ്ത്യൻസ് എന്നും അറിയപ്പെടുന്നു. പ്രിയമുള്ളവരെ, ഈ 3-ാം തീയതി കലാപം ആരംഭിച്ച് 36 മണിക്കൂർ തീരുന്നതിന് മുമ്പ് ഈ മൈത്തേയ് ഹിന്ദു സമൂഹത്തിൻ്റെ അടുത്ത് നിന്ന് ആക്രമണം പൊട്ടിപ്പുറപ്പെടുകയും മൈത്തേയ് ക്രൈസ്തവർ ആരാധിച്ചു കൊണ്ടിരുന്ന
251 ദേവാലയങ്ങളും 6ഓളം അവരുടെ സ്ഥാപനങ്ങളും എന്ന് പറഞ്ഞ സെമിനാരികളും അവരുടെ മറ്റ് ഒഫീഷ്യൽ ബിൽഡിങ്ങുകളും തകർക്കപ്പെട്ടു ഇംഫാൽ സിറ്റിക്കുള്ളിൽ. ഇത് വർഗീയത അല്ലെങ്കിൽ എന്തിനാ അവർ, ഇത് ജാതീയതയാണെങ്കിൽ അല്ലെങ്കിൽ ഇത് എത്തനിക് വാറാണെങ്കിൽ അത് അവിടെ നിൽക്കേണ്ടതല്ലേ? അതിന് പകരം ഈ ക്രൈസ്തവരായ മൈത്തൈ വിഭാഗക്കാരെ കണ്ടുപിടിച്ച് അവരുടെ വീടുകൾ, സ്ഥാപനങ്ങൾ, പള്ളികൾ തകർത്തു. ഇംഫാൽ സിറ്റിയുടെ നടുവിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു മനോഹരമായ സംഭവമുണ്ട്. ഒരു കോമ്പൗണ്ടിൽ നാഗാ ദേവാലയമുണ്ട്. തൊട്ടപ്പുറേ ബാപ്റ്റിസ്റ്റ് ചർച്ചിൻ്റെയും അതിന് തൊട്ടു ചേർന്ന് ഇവാഞ്ചലിക്കൽ ചർച്ചിൻ്റെയും 2 സെമിനാരികളാണ്. ഈ നാഗാ ചർച്ച് ഒരു പോറലേറ്റിട്ടില്ല. മറ്റേത് 2, 3 നില 4 നിലയുള്ള ബിൽഡിങ്ങുകളാണ് പൂർണ്ണമായിട്ടും കത്തിച്ചു കളഞ്ഞു. അത്രയും കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് ഇവർ ഭീകരമായ രീതിയിൽ ക്രൈസ്തവരെ തെരഞ്ഞു പിടിച്ച് ആക്രമിച്ച് നശിപ്പിക്കുക. കത്തോലിക്ക സഭയുടെ 6ഓളം സ്ഥാപനങ്ങൾ തകർക്കപ്പെട്ടിട്ടുണ്ട്. അവരുടെ പാസ്റ്റർ സെൻറ്റർ, ഇംഫാൽ ആർച്ച് ഡയസിന് പാസ്റ്റർ സെൻറ്റർ ഇല്ല, അതുപോലെ നശിപ്പിച്ചു. അനേകം സിസ്റ്റേഴ്സിൻ്റെ ഭവനങ്ങൾ പിടിച്ചെടുത്ത് ഞാൻ ഈ പറഞ്ഞ അരാമ്പായി ഗ്രൂപ്പുകളും അതോടൊപ്പം തന്നെ അണ്ടർഗ്രൗണ്ട് മിലിറ്റൻസ് ആയിട്ടുള്ള ഈ മണിപ്പൂർ സെക്യൂരിറ്റി ഗാർഡ്സും അതിനെല്ലാം വിത്തും വളവും ഭക്ഷണവും എല്ലാം നൽകുന്നത് ഭരിക്കുന്ന സർക്കാർ, അതുപോലെ അവരോട് കൂട്ടുചേരുന്ന മറ്റ് സംഘടനകളും സംവിധാനങ്ങളും എല്ലാം കൂടിയാണ്. അവരെല്ലാം കൂടെ ചേർന്ന് തകർക്കപ്പെട്ടിരിക്കുന്നത്. 256 കണക്കെ 57 കണക്കേ പുറത്തുള്ളൂ. എത്ര കുക്കികളുടെ ദേവാലയങ്ങൾ തകർക്കപ്പെട്ടു എന്നോ, എത്ര നാഗാ ദേവാലയങ്ങൾ തകർക്കപ്പെട്ടു എന്നോ, എത്ര കത്തോലിക്ക ചർച്ചുകൾ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കിയെന്നോ ഇപ്പോൾ നമുക്ക് പറയാൻ വേണ്ടി പറ്റുകയില്ല. കാത്തലിക് ചർച്ച്, ഇംഫാൽ കാത്തലിക് ചർച്ചിൻ്റെ കണക്കനുസരിച്ചിട്ട് ഏകദേശം 20 കോടിയോളം അടുത്ത് രൂപ അവർക്ക് നഷ്ടം പല രീതിയിലുണ്ട്, സ്ഥാപനങ്ങളായിട്ടും ഒക്കെ. ഇംഫാലിൻ്റെ അഭിമാനമായി, ഇംഫാലിൻ്റെ സിറ്റിയുടെ നടുവിൽ ഈ പറയുന്ന എല്ലാ വിഭാഗം കുട്ടികളും ഒന്നിച്ചിരുന്ന് പഠിച്ചുകൊണ്ടിരുന്ന സെൻറ്റ് ജോസഫ് സ്കൂളിന് പട്ടാപ്പകല് ഈ മൈത്തൈ സ്ത്രീകൾ ബോംബെറിഞ്ഞു, അടിച്ചു വിളിച്ച് ബോംബെറിഞ്ഞു. അത് RAF റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിൻ്റെ ക്യാമ്പാണ്. അവരതിൻ്റെ ഉള്ളിലുള്ളപ്പോൾ ബോംബെറിഞ്ഞു. 3 ബോംബെറിഞ്ഞു, പൊട്ടിയില്ല. അത് പൊട്ടുമായിരുന്നെങ്കിലോ ഏകദേശം 100-150 റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് അംഗങ്ങളെന്ന് കൊല്ലപ്പെട്ടേനെ. എന്നിട്ടും അവരൊന്നും ചെയ്യുന്നില്ല. അവർ നോക്കി നിൽക്കുക ഗവൺമെൻറ്റുകൾ. ഞങ്ങൾ ചർച്ചാമ്പൂർ എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ യാത്ര ചെയ്ത വാഹനത്തെ 500-600 പേരാ സ്ത്രീകൾ, കയ്യിൽ വടികൾ, അതിനകത്ത് 5-6 ആണുങ്ങളും ഉള്ളൂ, ബാക്കി മുഴുവൻ സ്ത്രീകളാണ്. വടികളും ആയുധങ്ങളുമായിട്ട് ഞങ്ങൾ ആക്രമിച്ചത്. വഴിയിൽ വലിയ പൈപ്പുകൾ, വലിയ മരം വെട്ടിയിട്ട് മറിച്ചിട്ട് ഞങ്ങളെ ആക്രമിച്ചു. ഞങ്ങളോട് പറഞ്ഞു പോകാൻ പറ്റില്ല, ഞങ്ങളുടെ കൂടെ നാഗയായതുകൊണ്ട് ഞങ്ങളെ കടത്തിവിട്ടു. ഞങ്ങൾ എത്രയോ കിലോമീറ്ററുകൾ യാത്ര ചെയ്തിട്ടാ ഇരുട്ട് പിടിച്ച ചെറിയ വഴികളിലൂടെ യാത്ര ചെയ്തിട്ട് ഞങ്ങൾ ഒരു മെയിൻ റോഡിലെത്തിയതെന്നറിയോ. അവിടെയെല്ലാം ഞങ്ങൾ കണ്ടു, വഴിയെല്ലാം ട്രെഞ്ച് കുഴിച്ചിട്ടിരിക്കുക. ഇതുപോലെ നടക്കുക ഭീകരമായ ആക്രമണങ്ങൾ. ഓരോ കുക്കി വില്ലേജ് ആക്രമിക്കുമ്പോഴും ഈ ആക്രമണകാരികൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് അവരുടെ അഭിമാനമായി, അവരുടെ വികാരമായി നിലകൊള്ളുന്ന ദേവാലയങ്ങൾ കത്തിക്കാനാണ്. എന്തിനാ ദേവാലയങ്ങൾ കത്തിക്കുന്നത്? ബൈബിൾ പിടിച്ചു മേടിച്ച് കത്തിക്കുന്നു, ബൈബിൾ കത്തിക്കുന്നു, വിശുദ്ധ വസ്തുക്കൾ കത്തിക്കുന്നു, സക്രാരിയിലിരിക്കുന്ന തിരുവോസ്തു കത്തിക്കുന്നു. യേശുവിൻ്റെ ജീവനുള്ള ശരീരമാണെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്, അത് കത്തിക്കുന്നു. ഇതെന്തിനാ അവർ കത്തിക്കുന്നത്? ഇവർക്കെതിരെ മാത്രമല്ല ആക്രമിക്കേണ്ടത്. ഇത് എത്രയ്ക്ക് വാറാണെങ്കിൽ ഈ 2 സമൂഹത്തിലെ ആളുകൾ മാത്രമല്ല ആക്രമിക്കപ്പെടുന്നത്. എന്തിനാ ക്രൈസ്തവ ദേവാലയങ്ങൾ മാത്രം തെരഞ്ഞുപിടിക്കാൻ ആക്രമിക്കുന്നത്? ഈ 50 ദിവസമായിട്ട്, ഇന്ന് 49ാമത്തെ ദിവസമാണ്, നാളെ 50ാമത്തെ ദിവസമാണ്. ഒരു ഹൈന്ദവ ദേവാലയം, ഹൈന്ദവ ക്ഷേത്രം പോലും ആക്രമിക്കപ്പെട്ടിട്ടില്ല. ഒരു സർക്കാർ സ്ഥാപനം ആക്രമിക്കപ്പെട്ടിട്ടില്ല. ഇതിനൊന്ന് ഉത്തരം തരാൻ ആ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയോ കേന്ദ്രം ഭരിക്കുന്ന ആഭ്യന്തരമന്ത്രിയോ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോ തയ്യാറായിട്ടില്ല എന്നുള്ളത് അവരുടെ മൗനം. ഇതെല്ലാം നമ്മുടെ ആരോപണങ്ങൾ, അവർക്ക് അവിടുന്ന് ലഭിച്ച വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ സത്യമാണെന്ന് വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. സർക്കാരിൻ്റെ മൗനം അതിഭീകരമായ ഒരു മൗനമാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ളത്. ഈ മലയോരത്ത് നിന്ന്, ഹില്ലേരിയകളിൽ നിന്ന് ഈ കുക്കികളെയും നാഗകളെയും പറിക്കുക എന്നുള്ളത് സർക്കാരിൻ്റെ ഒരു ആവശ്യമാണ്, അല്ലെങ്കിൽ ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഭാഗമാണ്. കാരണം ഇവർ പ്രധാനമായിട്ടുള്ള അവരുടെ സാമ്പത്തിക സ്രോതസ്സ് ഈ മലയോരങ്ങളിൽ ഈ അടുത്ത കാലഘട്ടം വരെ ഈ കുക്കികളെ കൊണ്ടും നാഗകളെ കൊണ്ടും കൃഷി ചെയ്യിപ്പിച്ച് നടത്തിയിരുന്ന പ്ലാന്റേഷൻസ്, പോപ്പി കഞ്ച പ്ലാന്റേഷൻസാണ്. ഈ പ്ലാന്റേഷൻസ് ഈ പാവപ്പെട്ട ഈ ഗോത്ര സമൂഹങ്ങൾ നടത്തും. അത് താഴെ നിന്നുള്ള ഈ മെയ്തൈ വിഭാഗക്കാർ പോയി വാങ്ങും. അങ്ങനെ ഒരു വലിയ ഡ്രഗ് ട്രേഡായിരുന്നു ഈ മണിപ്പൂരിൻ്റെ ബിസിനസ്. അതായിരുന്നു രാഷ്ട്രീയക്കാരുടെ വരുമാന മാർഗങ്ങളും അവരുടെ പ്രധാനപ്പെട്ട സാമ്പത്തിക സ്രോതസ്സും. മിഷണറിമാരുടെ പ്രവേശനം, മിഷണറിമാർ ഇവർക്ക് നൽകുന്ന വിദ്യാഭ്യാസം,
ഗ്രാമാന്തരങ്ങളിൽ കന്യാസ്ത്രീമാരും പാസ്റ്റർമാരും അച്ഛന്മാരും ഒക്കെ കയറി ചെന്ന് നടത്തുന്ന അവരെ വിദ്യാഭ്യാസം കൊടുത്ത് അവരെ മാറ്റിയപ്പോൾ അവരുടെ സംസ്കാരം മാറി, അവർക്ക് നല്ല വീടുകളായി. ഏറ്റവും വലിയ പ്രത്യേകത, ഈ മലയോര മേഖലകളിൽ ഹില്ലേരിയ ചെന്ന് ഏത് സമൂഹത്തിൽ ചെന്നാലും നമുക്ക്, എത്ര കാട്ടിൻ്റെ ഉള്ളിൽ ചെന്നാലും നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാം. എന്നാൽ ഇംഫാൽ സിറ്റിയുടെ നടുവിൽ ഉള്ള മൈത്തേയി സമൂഹത്തിനിടയിൽ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുകയില്ല. അവിടെ അവർക്ക് മണിപ്പൂരി അറിയുള്ളൂ, അവർക്ക് ഹിന്ദി പോലും അറിയില്ല. കാരണം അവർ ഹിന്ദിക്കെതിരാ. ഈ മൈത്തേയി വൈഷ്ണവ സമൂഹം അവർ ഹിന്ദിക്കെതിരാ, അവർ ഹിന്ദി ഭാഷയ്ക്കെതിരാ. മണിപ്പൂരിലെ തിയേറ്ററുകളിൽ ഹിന്ദി സിനിമ ഓടിക്കാൻ അവർ സമ്മതിക്കുകയില്ല, ഓടുന്നില്ല. അത്രമാത്രം അവർ ഹിന്ദിക്കെതിരാ. അവർ മണിപ്പൂരി മാത്രമേ സംസാരിക്കുള്ളൂ. എന്നാൽ മലയോരങ്ങളിൽ അവർ ഇംഗ്ലീഷ് സംസാരിക്കും മനോഹരമായിട്ട്. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കിട്ടാൻ തുടങ്ങി. അവർ ക്രിസ്തു സ്നേഹത്തെ അറിഞ്ഞു, ക്രിസ്തുവിലേക്ക് വരാൻ തുടങ്ങി. അവർ ഈ കഞ്ചാവ് പോലെയുള്ള തിന്മകളിൽ നിന്നും അങ്ങനെയുള്ള കൃഷികളിൽ നിന്നുമൊക്കെ അവർ പിന്തിരിയാൻ തുടങ്ങി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇവരുടെ താഴെയുള്ളവരുടെ സാമ്പത്തിക സ്രോതസ്സിനെ ബാധിച്ചു. ഭരണകർത്താക്കളുടെ സാമ്പത്തിക മേഖലയെ അത് ഗണ്യമായി സ്വാധീനിച്ചു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ആളെ കിട്ടാതെയായി. ആളെ കിട്ടാൻ വേണ്ടി എന്ത് ചെയ്തു? ഇവർ നേപ്പാളിലും മ്യാൻമറിലും പോയിട്ട്, പണ്ട് കാലങ്ങളിൽ ഇന്ത്യയിൽ നിന്നൊക്കെ വിവിധ കാരണങ്ങളിൽ അങ്ങോട്ടേക്ക് പോയ ആളുകളെ ഇങ്ങോട്ടേക്ക് പതുക്കെ കൊണ്ടുവരാൻ തുടങ്ങി. അവരെ കൊണ്ടുവന്ന് ഈ മലയോരങ്ങളിൽ പല ഭാഗത്ത് ഒളിപ്പിച്ച് താമസിപ്പിച്ച് കൃഷി ചെയ്യാൻ തുടങ്ങി. ഇതിനെ കുക്കികളും നാഗകളും എതിർത്തു. അങ്ങനെ എതിർക്കുന്നതും കൂടി ഗവൺമെൻറ്റിന് ഇവർക്കെതിരെയുള്ള നീക്കത്തിലേക്ക് നീങ്ങാൻ, ഇവർക്കെതിരെ ചലിക്കാൻ ഗവൺമെൻറ്റിനെ വീണ്ടും പ്രകോപിപ്പിച്ചു. കാരണം പണിയെടുക്കാൻ ആളില്ല, കഞ്ചാവ് തോട്ടങ്ങൾ ഉണ്ടാക്കാൻ, പോപ്പി ഉണ്ടാക്കാൻ ആളെ കിട്ടാതെ വന്നു കഴിഞ്ഞപ്പോൾ ഗവൺമെൻറ് പുറമേ നാളെ അങ്ങോട്ടേക്ക് ഇറക്കി. ഇവർ പറയുന്നുണ്ട് ആൾ വരുന്നുണ്ട്. പരിപൂർണമായിട്ടും ഈ പറയുന്ന ഭരിക്കുന്ന സർക്കാരിൻ്റെ ഒത്താശയോടെയാണ്, ഭരിക്കുന്ന സർക്കാരിൻ്റെ ഒത്താശയോടെ മാത്രമാണ് ഈ പറയുന്ന ആളുകൾ അവിടെ വരുന്നതും അത് ഇവർക്ക് ഈ കൃഷി ചെയ്തുകൊണ്ട് സാമ്പത്തിക മേഖലയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ്. ഇവിടെ ഈ മൂന്ന് സമൂഹത്തോടും, മെയ്തി സമൂഹത്തിൻ്റെ ആളുകളെ നേതാക്കന്മാരെ ഞങ്ങൾ കണ്ടു, കുക്കി സമൂഹത്തിൻ്റെ നേതാക്കന്മാരെ ഞങ്ങൾ കണ്ടു, നാഗാസിൻ്റെ നേതൃത്വത്തെ കണ്ടു, അതിൽ കാത്തലിക്, പെന്തക്കോസ്ത, ഇവാഞ്ചലിസ്റ്റ്, ബാപ്റ്റിസ്റ്റ്, അങ്ങനെയുള്ള വിവിധ ചർച്ചകളുടെ ആളുകളെ ഞങ്ങൾ കണ്ടു. ഇവരിൽ നിന്നൊക്കെ കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അവിടെ ഈ അടുത്ത കാലത്തൊന്നും ഇത് കെട്ടടങ്ങാൻ പോകുന്നില്ല. ഇത് പെട്ടെന്ന് കെട്ടടങ്ങാൻ ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ. ഏറ്റവും അടിയന്തരമായിട്ട് ഇതിനെല്ലാം കുടപിടിക്കുന്ന അവിടുത്തെ ക്രൈസ്തവ സമൂഹത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ജനോസൈഡിന് നേതൃത്വം കൊടുക്കുന്ന അവിടുത്തെ മുഖ്യമന്ത്രിയെ ബീരൻ സിംഗിനെ എത്രയും പെട്ടെന്ന് മാറ്റുക, 2 രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുക. ഇത് രണ്ടും ഏറ്റവും അടിയന്തരമായിട്ട് ചെയ്യാതെ ഒരു കാരണവശാലും അവിടെ മണിപ്പൂർ തണുക്കാൻ വേണ്ടി പോകുന്നില്ല. അതിനുശേഷം മാത്രമേ ഉള്ളൂ ഇവർക്കെതിരെ ചെയ്തു വെച്ചിരിക്കുന്ന നിയമങ്ങളെ പറ്റിയിട്ട് ചർച്ച പോലും ആവശ്യമുള്ളൂ എന്നാണ് അവിടുത്തുകാർ പറയുന്നത്. അതിന് ശേഷവും ഞങ്ങൾക്ക് ചർച്ചയുള്ളൂ എന്നാണ് പറയുന്നത്. നമ്മൾ അടിയന്തരമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം, മണിപ്പൂരിന് വേണ്ടി സാധിക്കുന്ന രീതിയിൽ ഇടപെടണം. കാരണം കഴിഞ്ഞ 49 ദിവസമായിട്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടഞ്ഞു കിടക്കുന്നു. ആ സമൂഹത്തിന് വിദ്യാഭ്യാസം നൽകുന്നില്ല. അവിടുത്തെ കുഞ്ഞുങ്ങളെയും കൂടെ പുറത്തേക്ക് ഓടിക്കാനാണ് ഗവൺമെൻറ് താല്പര്യപ്പെടുന്നത്. നമ്മൾ ശക്തമായിട്ട് കേരള ക്രൈസ്തവ സമൂഹം ഇടപെടണം. കാരണം അവിടെയെല്ലാം ചെന്ന് ഞങ്ങൾ ഓരോ റിലീഫ് ക്യാമ്പുകളിൽ ചെല്ലുമ്പോഴും അവരിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു റിപ്പോർട്ട് എന്താണെന്ന് വെച്ചാൽ, അവർ ഞങ്ങളെ വെൽക്കം ചെയ്യുന്ന തന്നെ നിങ്ങൾ കേരളത്തിൽ നിന്നാണല്ലോ എന്നാ. കേരളത്തിൽ നിന്നുള്ള ഞങ്ങൾ എന്താ കേരളത്തിൻ്റെ പ്രത്യേകം ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ട് കേരള സഭയ്ക്ക് ഇതിനകത്ത് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിപ്പെട്ടുള്ളൂ. ഈ പറയുന്ന ക്രൈസ്തവ ഉന്മൂലന ശ്രമങ്ങളെ തടയാൻ കേരള സമൂഹം ഉണരണം. നമ്മുടെ ബിഷപ്പ്മാരും വിശ്വാസ സമൂഹം ഒന്നിച്ച് രാഷ്ട്രീയ പാർട്ടികൾക്ക് അതീതമായിട്ട്, രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങൾക്ക് അതീതമായിട്ട് നമ്മൾ ക്രിസ്തു എന്ന വികാരത്തിൻ്റെ കീഴിൽ ഒന്നിച്ച് നിന്നുകൊണ്ട് ചിന്തിക്കാനും പ്രവർത്തിക്കാനും പ്രാർത്ഥിക്കാനും മുന്നോട്ട് വന്നില്ലെങ്കിൽ മണിപ്പൂരിലെ ഒരു ക്രൈസ്തവൻ പോലും അടുത്ത 1 വർഷം കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവില്ല. കാരണം 2018 മുതൽ 2018 ഇംഫാലിൽ പരസ്യമായിട്ട് അവർ പ്രസംഗിച്ചതാണ് 2023 മണിപ്പൂരിൽ നിന്ന് അവസാനത്തെ ക്രിസ്ത്യാനിയെയും ഇല്ലാതാക്കുമെന്ന്. ഇത് നടപ്പിലാകാതിരിക്കണമെങ്കിൽ നമ്മൾ ദൈവസന്നിധിയിൽ മുട്ടുകുത്തണം, നമ്മൾ പ്രാർത്ഥിക്കണം. നമുക്ക് മണിപ്പൂർ ജനതയ്ക്കായിട്ട് ഒരുമിക്കാം, മണിപ്പൂർ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാം. ദൈവം ഈശോ സർവശക്തനായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, ഞാനിതെല്ലാം പറഞ്ഞു നിങ്ങളോട് ഞാനൊരു പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുക. ഞങ്ങൾ 3 പേരാണ് മണിപ്പൂർ പോയത്. ഞങ്ങൾ 3 പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതിഭീകരമായ സോഷ്യൽ മീഡിയ ആക്രമണങ്ങൾ, അതിഭീകരമായ രീതിയിലുള്ള ആരോപണങ്ങൾ, ഭീഷണികൾ ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കേരളത്തിൽ ആരുമില്ലാത്ത, ആയുധങ്ങൾ കയ്യിലില്ലാത്ത നമ്മളൊക്കെ ആക്രമിക്കാൻ നിമിഷങ്ങൾ മതി.
പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ജീവിക്കുന്ന ദൈവം സർവശക്തനായ യേശുക്രിസ്തു നമ്മുടെ കൂടെയുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ പോയ ഞങ്ങളെ ഓരോരുത്തരെ ഓർക്കണം. മണിപ്പൂരിൽ ഈ പ്രശ്നങ്ങളുടെ എല്ലാം നടുവിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടത്തുന്ന, അവിടെ ഈ ക്യാമ്പുകളിൽ പ്രവർത്തിക്കുന്ന, അതിനൊക്കെ നേതൃത്വം കൊടുക്കുന്ന ബഹുമാനപ്പെട്ട അവിടുത്തെ അഭിമന്യ പിതാവിനെയും ബഹുമാനപ്പെട്ട വൈദികരെയും അവിടെയുള്ള എല്ലാ മിഷണറിമാരെയും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കണമേ എന്നുകൂടി ഓർമ്മിപ്പിക്കാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുക.